പറ്റി പറഞ്ഞു. പക്ഷെ പിന്നെ നമ്മൾ ഗോൾസും ഡിസ്ക്രൈബ് ചെയ്യണം, എക്സ്പ്ലെയിൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അല്ലേ? പക്ഷെ ഇതിനൊക്കെ നമുക്ക് എന്തെങ്കിലും മാർഗങ്ങൾ വേണം. എങ്ങനെയാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുക, എക്സ്പ്ലെയിൻ ചെയ്യുകയൊക്കെ ചെയ്യണം? ചുമ്മാ തന്നെ പറഞ്ഞാൽ മതിയോ? ഇല്ല. സോ വി നീഡ് സം മെത്തേഡ്സ്. അപ്പൊ എന്തൊക്കെ മെത്തേഡ്സിൽ കൂടിയാണ് നമ്മൾ ഈ ഹ്യൂമൻ ബിഹേവിയറിനെ, മെന്റൽ പ്രോസസ്സിനെയൊക്കെ ഹ്യൂമൻ ബിഹേവിയറിനെ, മെന്റൽ പ്രോസസ്സിനെ മനസ്സിലാക്കുന്നതിനാണ് അടുത്ത ചാപ്റ്ററിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തതാണ് ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ പണ്ട് വളർന്ന കാലത്തൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡായിരുന്നു. മനുഷ്യരിങ്ങനെ ഒരുപാട് ശാസ്ത്രീയമായിട്ടൊന്നും ഡെവലപ്പ് ചെയ്യാത്ത സമയത്ത് നമ്മൾ ഉപയോഗിച്ചിരുന്ന, അന്ന് ബിഹേവിയറൽ സയൻറ്റിസ്റ്റ് ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡായിരുന്നു ഇൻട്രോസ്പെക്ഷൻ. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലുക്കിംഗ് വിത്തിൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ഇൻട്രോസ്പെക്ഷൻ മെത്തേഡിൽ നമ്മൾ ചെയ്യുന്നത് സെൽഫ് ഒബ്സർവേഷൻ ആണ്. നിങ്ങളൊരു ബുക്ക് തുറന്നു വെച്ച് നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്തൊക്കെ സാധനങ്ങളാണ് കടന്നു പോകുന്നതെന്നുള്ളത് എഴുതിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് ഗ്രൗണ്ട് വർക്ക്, ഏർലി സൈക്കോളജിക്കൽ എൻക്വയറി ഒക്കെ ഇങ്ങനത്തെ ഒരു സിസ്റ്റമാറ്റിക് സെൽഫ് റിഫ്ലക്ഷനെ ബേസ് ചെയ്തിട്ടായിരുന്നു. വില്യം ബോണ്ട് എന്ന് പറഞ്ഞിട്ടൊരു സൈക്കോളജിസ്റ്റിൻ്റെ ഒക്കെ അദ്ദേഹമാണ് അതിൻ്റെ ഒരു പൈനിയർ. അപ്പോൾ എന്താ, അതിൽ കുറച്ച് ട്രെയിനിങ്ങും കൊടുത്തിരുന്നു. ചുമ്മാ നമ്മൾ നമ്മുടെ മെന്റൽ പ്രോസസ്സ് ഒബ്സർവ് ചെയ്യാതെ നമ്മൾക്ക് കുറച്ച് ട്രെയിനിങ് തന്നിട്ട് നമ്മൾ അതിൻ്റെ വെളിച്ചത്തിൽ മേ ബി നമ്മൾ കുറച്ച് ചെക്ക് ലിസ്റ്റുകളൊക്കെ എഴുതി ഉണ്ടാക്കി നമ്മൾ തന്നെ, ഞാൻ പറഞ്ഞില്ല, നമുക്ക് ട്രെയിനിങ് ഇല്ലാണ്ട് നമ്മുടെ മനസ്സിനെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. നമുക്ക് അത്രയും 100,000 ചിന്തകളാണ് നമ്മുടെ മനസ്സിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഏത് ചിന്ത ആദ്യം വന്നു, ഏത് ചിന്ത അവസാനം വന്നു എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ചിലപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ട്രെയിൻഡ് ആയിട്ട് ഇൻട്രോസ്പെക്ഷനിൽ ട്രെയിൻഡ് ആയിട്ടുള്ള, പിന്നെ അവരുടെ ഒരു കൺട്രോൾഡ് കണ്ടീഷനിൽ നമ്മൾ ബസ്സിലിരിക്കുക. എന്നാൽ ശരി, ഇപ്പോൾ നമ്മുടെ ഇതൊന്ന് എഴുതിയേക്കാന്ന് വെച്ചാൽ നടക്കുമോ? നമ്മൾ എന്തെങ്കിലും തിരക്ക് പിടിച്ചൊക്കെ നടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് കടന്നു പോകണമെന്ന് എഴുതിയേക്കാന്ന് വിചാരിച്ചാൽ പറ്റുമോ? അപ്പോൾ ഒരു കൺട്രോൾഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ മേ ബി യു ആർ അലൗഡ് ടു സിറ്റ് ഇൻ എ റൂം വിച്ച് ഇസ് വെരി കാം ആൻഡ് ക്വയറ്റ്. അങ്ങനത്തെ റൂമിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക്, പക്ഷെ എന്നാലും ഞാൻ പറയാം, നമുക്ക് ഇപ്പം നമ്മൾ തന്നെ ആസ് അഡൽറ്റ്സ് നമ്മളൊക്കെ ജോലിയൊക്കെ ഉള്ളവരായിരിക്കും. ഞാൻ തന്നെ വിചാരിക്കാറുണ്ട്, ചിലപ്പോൾ ഇന്ന് ഞാനങ്ങ് നോട്ടങ്ങ് പ്രിപ്പയർ ചെയ്താക്കാന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ എനിക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കുറേ 100,000 ഡിസ്റ്റർബൻസ് ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും അതിനിടയ്ക്ക് വന്നു വിട്ടു. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിന്ന് ഇങ്ങോട്ട് വണ്ടി ഓടിച്ച് വരും. ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ പാട്ട് കേൾക്കും. പാട്ട് കേൾക്കുന്നത് ഞാൻ എനിക്ക് എവിടെയെങ്കിലും പാട്ട് പാടാൻ വേണ്ടി ഞാൻ പഠിക്കുന്ന സമയമാണ് വണ്ടിയിൽ പോയി. ഇന്ന് ഞാനൊന്നും പഠിച്ചില്ല, കാരണം ഞാൻ അങ്ങനെ പഠിച്ച് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ഞാൻ എൻ്റെ ലാപ്ടോപ്പ് എടുത്തില്ല. അപ്പം പിന്നെ എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുമോ? പിന്നെ എനിക്ക് തന്നെ പറ്റില്ല. ഞാൻ മരണസ്പീഡിൽ ഇവിടെ എത്തി. ഞാൻ പെരിയ ലോറിയിലേക്ക് ഓവർടേക്ക് ചെയ്തു. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാത്ത ആളാണ്. പക്ഷെ ഞാൻ അതിനെയൊക്കെ ഓവർടേക്ക് ചെയ്തു. 2 വണ്ടീനെ ഒരുമിച്ചൊക്കെ ഓവർടേക്ക് ചെയ്തു. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ വന്നിട്ട് ഇനി എല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് വേണം. പക്ഷെ കുറച്ച് മ്യൂസിക് കോളേജിൽ അവിടെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, വേണ്ട, ഞാൻ പ്രിപ്പയർ ചെയ്യണ്ട, ഞാൻ വീട്ടിലുള്ള ആരോടെങ്കിലും പറഞ്ഞിട്ട് ആ PPT എനിക്ക് കിട്ടിയാൽ മതി. എനിക്ക് ആകെ ചാർജ് ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. PPT ഒക്കെ എനിക്ക് ഉടനെ അയച്ചു തന്നു, വാട്സപ്പിൽ അയച്ചു തന്നു അല്ലേ? അപ്പോൾ അങ്ങനെ അയച്ചു തന്നപ്പോൾ ഞാൻ അതൊക്കെ വെച്ചിട്ട് പിന്നെ ഞാൻ അവിടെ എത്തിയപ്പോൾ കാമായി, എനിക്കൊരു മാർഗമാണ്. പിന്നെ ഞാൻ അങ്ങനെ സാവകാശം വന്നു. പിന്നെ വേറെ എനിക്കിവിടെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോഴത്തേക്ക് ഇത് ചാർജായി. പിന്നെ എല്ലാം ഡൗൺലോഡ് ചെയ്തു, എനിക്ക് സാധിക്കും. പക്ഷെ ഇവിടെ നമുക്ക് എഗെയിൻ അവിടെ എനിക്ക് വെക്കാൻ പറ്റിയില്ല. അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ വന്നു അല്ലേ? അപ്പോൾ പക്ഷെ ഞാനത് മറന്നുപോയി. അപ്പോൾ ആ മറന്നുപോയി എന്നുള്ള സാധനം കൊണ്ട് തന്നെ എൻ്റെ ബിഹേവിയറൽ കൺട്രോൾ എനിക്ക് നഷ്ടപ്പെട്ടു അല്ലേ? ഞാൻ പിന്നെ ആരെങ്കിലും എന്നോട് പറയാണ്, ശരി സാരമില്ല പോട്ടെ, ഇന്ന് പഠിപ്പിച്ചില്ലെങ്കിൽ ഇച്ചിരി തലയിലുള്ളത് വെച്ച് പഠിപ്പിച്ചാൽ പോരെ, ഇങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെടുമോ? ഇല്ല. ഞാൻ എന്തിനാ PPT ഉണ്ടാക്കുന്നത്? എൻ്റെ കൺട്രോളാണത് അല്ലേ? ഞാനിവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയോ? ഇതിലുള്ള സാധനങ്ങൾ വേണം പറയാൻ. ഇത്രയും 10-38 വർഷമായി സൈക്കോളജി പഠിക്കണേ, എനിക്ക് ഇതിലുള്ള സാധനം മാത്രമല്ലോ പറയാൻ. എനിക്ക് പറയാൻ നോക്കിക്കഴിഞ്ഞാൽ മാസക്കണക്കിന് പറയാനാണ് അല്ലേ? ഒരു ചാപ്റ്റർ 1 മണിക്കൂറിലാർക്കും തീർക്കാൻ പറ്റൂല. നമ്മൾ കൃത്യമായിട്ട് ഇതിൽ നോക്കി
ഒന്നെങ്കിൽ മാത്രമേ നമുക്ക് തീരുള്ളൂ. അല്ലാതെ നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ എഴുതി വെക്കണമല്ലോ അല്ല. എൻ്റെ തലയിലുള്ളത് എന്തോ ഒരു സാധനങ്ങളായിരിക്കും. ഞാൻ എത്രയോ വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് അല്ലേ. അപ്പൊ എനിക്ക് എന്തോരം കാര്യം കാണാം. അപ്പൊ എന്നെ നിയന്ത്രിക്കാനുള്ള മാർഗമാണ് ഈ സാധനം അല്ലേ. അപ്പൊ നമ്മൾ ഇൻട്രോസ്പെക്ഷൻ ചെയ്യാന്ന് വെച്ചാലും ഒരു കൺട്രോൾഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും നമുക്ക് ചിലപ്പോൾ ഇൻട്രോസ്പെക്ട് ചെയ്യാൻ പറ്റിയിരിക്കില്ല. അൺടിൽ ആൻഡ് അൺലെസ് യു ആർ ഗിവൺ സം കൈൻഡ് ഓഫ് എ ട്രെയിനിങ്. നമുക്ക് ഇപ്പൊ നമ്മൾ റിസർച്ച് ചെയ്യണമെങ്കിൽ ഞാൻ 50 വരെ വിളിച്ചിരുത്തി ക്ലാസ് കൊടുത്തു, ആ എഴുതിക്കോ എന്നാ ആവശ്യം വരുന്നതെന്ന് വെച്ചാൽ എഴുതാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതാണ് ഇൻട്രോസ്പെക്ഷൻ എന്നുള്ള മെത്തേഡ്. ഓൾ വാട്ട് കംസ് ടു യുവർ മൈൻഡ് വിൽ ബി റെക്കോർഡ്. അതൊക്കെ പിന്നെ എന്താ എഴുതണ്ടേ, നമ്മുടെ മനസ്സിൽ വന്ന സാധനം എന്നാന്ന് നമുക്ക് മനസ്സിലായി. എഴുതേണ്ടത് എങ്ങനെയാണ്, അത് റിസർച്ചിന് ഉപകരിക്കപ്പെട്ട ഒന്നിലൂടെ നമ്മൾ എഴുതാം അല്ലേ. അങ്ങനെയൊക്കെ നമ്മൾ നോക്കണം. ദെൻ നെക്സ്റ്റ് ഈസ് ഒബ്സർവേഷൻ. ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരീക്ഷണം അല്ലേ. എങ്ങനെയാ നിരീക്ഷിക്കുന്നത്? ഞാനിവിടെ നിങ്ങളൊക്കെ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുക, നിങ്ങളെ നിരീക്ഷിക്കാൻ വേണ്ടി ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു കസേരയിട്ട് ഓരോരുത്തരും ഇങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരുന്നാൽ ശരിയാവോ? പറ്റുമോ? ആ, ഞാൻ ഒന്നില്ലെങ്കിൽ പലതരത്തിലാവാം. ഐദർ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ഓർ നോൺ പാർട്ടിസിപ്പന്റ്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ വന്ന് സ്റ്റുഡൻ്റ് ആയിരിക്കുക, നിങ്ങൾക്ക് അറിയാൻ പാടില്ല, ഞാൻ നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ മതി. ഇതിനെ എനിക്ക് ഒബ്സർവ് ചെയ്യാം അല്ലേ. നിങ്ങൾ എന്തൊക്കെയാണ് കാണിക്കണമെന്നൊക്കെ എനിക്ക് നോക്കിയിട്ട് അതിനനുസരിച്ച് മേ ബി ഐ ക്യാൻ പ്രിപ്പയർ എ ചെക്ക് ലിസ്റ്റ്. അപ്പോൾ ഇന്ന ബിഹേവിയർ ഉണ്ടോ, ക്ലാസ്സിലാരെങ്കിലും ഉറക്കുന്നുണ്ടോ, ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടോ, വേറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഫോണിൽ നോക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്ക് എഴുതിയിട്ട് ടിക്കിടാം, അല്ലെങ്കിൽ എനിക്കതൊക്കെ എഴുതി വെക്കാം. അപ്പോൾ പാർട്ടിസിപ്പൻറ്റ് നമ്പർ 1 ഇന്ന ബിഹേവിയർ 4 പ്രാവശ്യം ഫോട്ടോ ആയിട്ട് അല്ലേ. ഞാൻ ഒബ്സർവ് ചെയ്തോ 4 പ്രാവശ്യം ഫോട്ടോ വായിച്ചു. അപ്പോൾ ഞാൻ എഴുതി പാർട്ടിസിപ്പൻറ്റ് നമ്പർ 2 ഞാൻ എഴുതി കൊണ്ടുപോയി. പാർട്ടിസിപ്പൻറ്റ് നമ്പർ 3 ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ എഴുതി വെക്കുകയാണ് അല്ലേ. ബട്ട് ഇറ്റ് ഷുഡ് ബി ഡൺ ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഫസ്റ്റ് 10 മിനിറ്റ്സിൽ എന്ത് പറ്റി അല്ലേ, അങ്ങനെയാണ് ഞാൻ ശാസ്ത്രീയമായി ഞാൻ ഒബ്സർവ് ചെയ്യുന്നത്. വെറുതെ അങ്ങോട്ട് നോക്കിയിട്ട് എനിക്ക് തോന്നുന്ന എഴുതുവാണോ? അല്ല. ഐ ഡു ഇറ്റ് ഇൻ എ സിസ്റ്റമാറ്റിക് മാനർ. ഫസ്റ്റ് 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് എത്ര വെള്ളം കുടിച്ചു, എന്തൊക്കെ ചെയ്തു, വേറെ എന്തെങ്കിലും കാര്യത്തിൽ ഇരുന്നുകൊണ്ടായിരുന്നു, എത്ര പ്രാവശ്യം വെളിയിൽ പോയി അകത്ത് വന്നു, ഇങ്ങനെ ഓരോ സാധനങ്ങളും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക. അപ്പുറത്തിരിക്കുന്ന ആളോട് മിണ്ടി, അങ്ങനെ ഓരോ സാധനങ്ങളും ഞാൻ സിസ്റ്റമാറ്റിക് ആയിട്ട്. പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണെങ്കിൽ ഐ വിൽ ബി there with you and disguised as a member of the group. ഇനി നോൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ അതെന്താണ്? ഞാനിവിടെ എന്തെങ്കിലും വൺ വേ വിഷ്വൽ സ്ക്രീൻസോ മോണിറ്റേഴ്സ് ഒക്കെ വെച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ അവിടെ ആ വ്യക്തിയുടെ അപ്പുറത്തിരുന്നിട്ട് ഇതിൻ്റെ ഉള്ളിലൊരു സാധനം വെക്കും, ഒരു ഓട്ട. ആ ഓട്ടയിൽ കൂടെ ഞാൻ അപ്പുറത്തിരുന്ന് നോക്കും. നിങ്ങൾക്കൊന്നും തന്നെ കാണാൻ സാധിക്കില്ല. നമ്മൾ കടയിലൊക്കെ കയറി തുണി മേടിക്കുമ്പോൾ നമ്മളെല്ലാവരും നോക്കുന്നുണ്ട്, ഉണ്ടോ? ആ കടക്കാരൻ്റെ മുന്നിൽ ഒരു വലിയ മോണിറ്റർ ഇരിപ്പുണ്ട്. ആ മോണിറ്ററിൽ ആരൊക്കെ എവിടെയൊക്കെ പോകുന്നത്, കട്ടെടുക്കുന്നുണ്ടോ ഒക്കെ അവർ ഒബ്സർവ് ചെയ്യുക നമ്മളെ അല്ലേ. നമ്മുടെ പലരുടെയും വീടിൻ്റെ ഉള്ളിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, വീടിൻ്റെ പുറത്ത് അല്ലേ. എന്തിനാ? കള്ളം വരുന്നുണ്ടോന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സോ വി ഓൾറെഡി ഹാവ് സോ മെനി മെക്കാനിസംസ് ടു ഒബ്സർവ് അല്ലേ. അപ്പം പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഉണ്ട്, നോൺ പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ ഉണ്ട്. പാർട്ടിസിപ്പൻ്റ് ഒബ്സർവേഷൻ്റെ ബിഹേവിയർ എങ്ങനെയാണോ നാച്ചുറലി ഒബ്സർവ് ചെയ്യുന്നതെന്നുള്ള സാധനമാണ് നമ്മൾ ഈ 2 മെത്തേഡിൽ കൂടെ പഠിക്കുന്നത്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഒബ്സർവേഷൻ. നമ്മൾ ആരോടെങ്കിലും ചോദിക്കുകയാണ്, നിങ്ങൾ 4 പ്രാവശ്യം അങ്ങോട്ട് നോക്കിയായിരുന്നോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഉത്തരം പറയുമോ? ഇനി നമുക്ക് പോലും അറിഞ്ഞൂടാ നോക്കിയോ തിരിഞ്ഞോ നമ്മൾ എന്തൊക്കെ ചെയ്തു, അറിയോ? ഇല്ല. അപ്പോൾ അതാണ്. ഇനി അടുത്ത മെത്തേഡാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അപ്പം നിങ്ങൾ വിചാരിക്കും സൈക്കോളജിയിൽ എങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യും? സൈക്കോളജിയിൽ എങ്ങനെ എക്സ്പെരിമെൻ്റ് ചെയ്യും? ആസ് ഇൻ എനി അതർ ലാബ് വി ഓൾസോ ഹാവ് ലാബ്സ് അല്ലേ. ലാബ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ എൻവയോൺമെൻറ്റ് വളരെയധികം കൺട്രോൾഡ് ആണ്. നോയ്സ് ഒന്നും ഇല്ലാത്ത വളരെ ശാന്തമായ സ്ഥലം.
നമ്മൾ കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു. സ്റ്റാൻഡേർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് നമുക്കുണ്ട്. ആ പ്രൊസീജിയേഴ്സ് യൂസ് ചെയ്ത് നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മൾ അവരെ വെരിഫൈ ചെയ്യുന്നത്. അതാണ് എന്താണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും? പല പല വേരിയബിൾസിനെ മാനിപ്പുലേറ്റ് ചെയ്യും. വേരിയബിൾ എന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടോ? എനിത്തിങ് ദാറ്റ് ക്യാൻ വേരി ഈസ് കോൾഡ് വേരിയബിൾ. സേ ഫോർ എക്സാമ്പിൾ, ഞാനൊരു ഡിസ്ട്രാക്ഷൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് വെച്ചോ. ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു ടാസ്ക് തരും. നിങ്ങൾ ഈ പുസ്തകത്തിൻ്റെ ഒരു പേജ് വായിക്കണം. ഒരു പേജ് വായിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഡിസ്ട്രാക്ഷൻ ഉണ്ട് എങ്കിൽ നിങ്ങൾ എങ്ങനെ വായിക്കും? ഡിസ്ട്രാക്ഷൻ ഇല്ല എങ്കിൽ നിങ്ങൾ എങ്ങനെ പെർഫോം ചെയ്യും? അത് രണ്ടും എനിക്കറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഒരു ഡിസ്ട്രാക്ഷൻ എന്നുള്ള വേരിയബിളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ഞാൻ ഇവിടെ പാട്ട് കളിക്കും, ഡാൻസ് കളിക്കും. അപ്പം നിങ്ങൾ വായിക്കുന്നു. നിങ്ങൾ എന്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളോട് ചോദിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ല. ഇനി ഡിസ്ട്രാക്ഷൻ ഇല്ലാതെ നിങ്ങളോട് ഒരു പേജ് വായിക്കാൻ പറയും. അപ്പം എന്ത് പറ്റും? നിങ്ങൾ ഒരു പേജ് വായിക്കും. നിങ്ങൾക്ക് എന്താ വായിച്ചാലും കൃത്യമായിട്ട് പറയാൻ പറ്റും, അല്ലേ? അപ്പം ഞാൻ എക്സ്പെരിമെൻ്റ് വഴി പ്രൂവ് ചെയ്തു ഡിസ്ട്രാക്ഷൻ കൊണ്ട് നിങ്ങളുടെ പെർഫോമൻസ് നെഗറ്റീവ്ലി അഫക്റ്റഡ് ആണ്. ഇനി ചില മനുഷ്യർ, നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെയാണ്. ചില മനുഷ്യർ നോക്കിക്കോ, ഡിസ്ട്രാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ചെറിയൊക്കെ പിടിച്ചിരുന്ന് അവര് നല്ലതായിട്ട് പെർഫോം ചെയ്യും, അല്ലേ? ശരിക്കും നിങ്ങളുടെ ജീവിതം നിങ്ങൾ നോക്കിക്കേ. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ ഡിസ്ട്രാക്ഷൻ വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ നിങ്ങൾ നന്നായിട്ടുണ്ട്, ആണോ അല്ലയോ? ഡിസ്ട്രാക്ഷൻ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ ഒന്നും എത്തൂലായിരുന്നു. നിങ്ങൾ ഈ ക്ലാസ്സിനെ പറ്റി എങ്ങനെ അറിഞ്ഞു? വളരെ സിസ്റ്ററുടെ അടുത്ത് കൗൺസിലിങ്ങിന് വന്നപ്പോഴാണ്, ആണോ? എന്തെങ്കിലും ഒരു ക്ലാസ്സിൽ വന്നപ്പോഴായിരിക്കും അറിഞ്ഞത്, അല്ലേ? സിസ്റ്റർ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ക്ലാസ്സിൽ വന്നപ്പോൾ നിങ്ങളത് കേൾക്കാൻ പോയിട്ടുണ്ടോ? കേൾക്കാൻ പോകാൻ കാരണം എന്താ? ഈ കുട്ടീനെ ഒന്ന് മര്യാദ പഠിപ്പിക്കാൻ ഞാനൊരു ക്ലാസ് കേട്ടേക്കാം, എൻ്റെ കുട്ടീനെ എങ്ങനെയാണ് നല്ലമാതിരി പത്തൻ്റെ നിൽക്കുന്നു അറിയാൻ വേണ്ടി, അല്ലേ? അങ്ങനെയൊക്കെ ഓരോ ഇതിൽ കൂടെ വന്നപ്പോഴാണ് നിങ്ങൾ അത് കണ്ടത്. അല്ലെങ്കിൽ നിങ്ങൾ കാണൂല. ഈ ഇപ്പം ഇവിടെ ഇങ്ങനെ ഒരു കോഴ്സ് നടക്കുന്ന 26 പേരെ വന്നിട്ടുള്ളൂ. എന്തോരം പേർക്ക് വരായിരുന്നു. എന്തുകൊണ്ട് അവരാരും വരാഞ്ഞ്? അവരത് ശ്രദ്ധിച്ചില്ല. നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു കാരണം കാണും, അല്ലേ? അപ്പം ഓരോ കാര്യങ്ങളും നമുക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോഴാണ് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഇവിടെ കല്യാണം കഴിച്ചു കൊണ്ടിരുമ്പോൾ എനിക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ അറിഞ്ഞൂടാ. കാര്യം എനിക്ക് 2 ആങ്ങളമാരാണ്. എല്ലാ കാര്യത്തിനും ഉമ്മാരുടെ പുറകെ തന്നെ ഞാൻ നടന്നിട്ടുള്ളൂ. അപ്പം നമുക്കറിയാം ഗ്രാമത്തിലൊക്കെ പെൺകുട്ടികളെ അങ്ങനെ പുറത്തൊന്നും അങ്ങനെ വിടൂല, അല്ലേ? നമ്മളെപ്പോഴും വീട്ടിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും കൂടെ ആയിരിക്കും വിടുന്നത്. അപ്പം എന്ത് പറ്റും? നമ്മൾ തന്നെ സ്കൂൾ ബസ്സിൽ കയറി സ്കൂളിൽ പോയി ഇറങ്ങി തിരിച്ച് സ്കൂൾ ബസ്സിൽ കയറി വീട്ടിൽ വന്നിറങ്ങി. നമുക്കൊന്നും അറിയാൻ പാടില്ല. പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒന്നില്ലെങ്കിൽ ഇവന്മാർ കൊണ്ടുപോകും, അല്ലെങ്കിൽ ബസ്സിൽ കയറി പോവുകയാണെങ്കിൽ ഇവന്മാർ കൂടെ വരും. ഇവർ വന്ന് എൻ്റെ മൂത്താങ്ങളൊക്കെ 3 പിള്ളേരുണ്ട്. മൂത്ത കുട്ടി ഡിഗ്രിക്ക് പഠിക്കുക, ഡിഗ്രി കഴിഞ്ഞു. എങ്കിലും ഞാനും കൂടെ പോവുകയാണെങ്കിൽ 3 കുട്ടികളെ പിടിക്കും, എന്നെ പിടിക്കും. ഞാൻ പറയുകയാണ് എനിക്ക് ഇത്ര വയസ്സായില്ല, എനിക്കൊക്കെ അറിയാം റോഡ് ക്രോസ് ചെയ്യാന്ന്. പക്ഷെ അവൻ്റെ മനസ്സിൽ ഇന്ന് ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് വരുമ്പോൾ എൻ്റെ അമ്മ എനിക്ക് പുട്ടും പഴമൊക്കെ ഉണ്ടാക്കി തന്ന് അതൊക്കെ തീറ്റിപ്പിച്ചതൊന്നും പോരാഞ്ഞ മുട്ട പൊഴുകി ടിഷ്യൂ പേപ്പർ പൊതിഞ്ഞിരിക്കും. വിശക്കുമ്പോൾ കഴിച്ചോളാം, എനിക്ക് എന്നാ കഴിക്കാൻ അമ്മയോട്. ഇത്രയും പൈസയായിട്ട് ഞാൻ കഴിക്കാതെ ഇരുന്ന് അമ്മ എന്ന് എൻ്റെ കൂടെ ഇരിപ്പുണ്ടോ? ഇല്ല. പക്ഷേ അമ്മയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത്രയും വയസ്സായിട്ട് നമ്മൾ കുട്ടി തന്നെയാണ്. ഇവിടെ ഒന്നും ശ്രദ്ധിക്കില്ല, അവർക്കൊന്നും അറിയാൻ പാടില്ല എന്നാണ് അവർ പറയുന്നത്. ഒന്നും അറിയാണ്ടാണോ ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്? ഇത്രയും വലുതായിട്ട് ഇത്രയും കാര്യങ്ങൾ ലോകം മുഴുവൻ നടന്ന് അന്വേഷിക്കണം. അമ്മയുടെ 10 കാര്യം ഞാൻ അന്വേഷിക്കുന്നില്ല. ഞാൻ അമ്മയെ അന്വേഷിക്കാനാണ് അവിടെ പോകുന്നത്. അപ്പോൾ ആ അമ്മ എന്നെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക, അല്ലേ? അപ്പം എന്തിനാ അവരങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് ചെറുപ്പം പോലെ അവരുടെ മനസ്സിൽ നമ്മൾ ഇപ്പോഴും കുട്ടി തന്നെയാണ്, അല്ലേ? അപ്പം പല എക്സ്പെരിമെന്റ്സും നമ്മൾ ചെയ്തിട്ടാണ്. ഇനി ചില സിറ്റുവേഷനിൽ നമുക്ക് ഇമ്പാക്ട് ഓഫ് സിഗരറ്റ് സ്മോക്കിംഗ് ഓൺ എന്താണ് ന്യൂറൽ മെക്കാനിസംസ് നമുക്ക് പഠിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലാബിൽ കൊണ്ടുവന്ന് കുറച്ച് പേരെ ഇരുത്തി
സിഗരറ്റ് മേടിച്ചു കൊടുത്ത് വലിപ്പിച്ച് അവരുടെ സിഗരറ്റ് കൊണ്ട് എന്ത് സംഭവിച്ചു നമുക്ക് നോക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഫീൽഡ് എക്സ്പെരിമെന്റ്സ് ഓർ അങ്ങനത്തെ സിഗരറ്റ് വലിക്കുന്ന ഒരു സെറ്റ് ആളുകളെ എടുക്കും, വലിക്കാത്ത ഒരു സെറ്റ് ആളുകളെ എടുക്കും. അവരുടെ മെമ്മറി നമുക്ക് പരിശോധിക്കുന്നുണ്ടെങ്കിൽ മെമ്മറി ഇൻടാക്ട് ആർക്കാണ് നല്ലതായിട്ടുള്ളതെന്നൊക്കെ നമ്മൾ പരിശോധിക്കും. പക്ഷെ അപ്പോഴും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കൺട്രോൾ ചെയ്യണം അല്ലേ? ഒരു ആൾക്ക് 35 വയസ്സ്, ഒരാൾക്ക് 70 വയസ്സ്. ആരുടെ മെമ്മറി ആയിരിക്കും നല്ലത്? സിഗരറ്റ് വലിക്കണ്ടാവും 35 വയസ്സുകാരൻ, പക്ഷെ എന്തായാലും സിഗരറ്റ് വലിക്കാത്ത 75കാരനേക്കാൾ ബെറ്ററാണ്. അപ്പൊ ഞാൻ എന്ത് മനസ്സിലാക്കണം? ഏജ് ഇസ് എ ഫാക്ടർ വിച്ച് ഐ നീഡ് ടു കൺട്രോൾ അല്ലേ? അപ്പൊ ഞാൻ ഏജിനെ കൺട്രോൾ ചെയ്തിട്ട് 35 വയസ്സുള്ള സ്മോക്ക് ചെയ്യണ ആളോ അല്ലാത്ത ആളെ എടുത്തെങ്കിലാണ് പറ്റുള്ളൂ. ഈ ഒരാള് കൂട്ടുകുടുംബത്തിൽ നിന്ന് വരുന്നു, ഒരാള് ന്യൂക്ലിയർ ഫാമിലിയിൽ നിന്ന് വരുന്നു. ഏത് കുടുംബത്തിൽ നിന്ന് വരുന്നവനായിരിക്കും മെമ്മറി കൂടുതൽ? കാരണം അവന് ഒരുപാട് മനുഷ്യന്റെ കാര്യങ്ങൾ അവിടെ അന്വേഷിക്കാൻ കാണും. ഒരാള് ജോലി ഉള്ളത്, ഒരാള് ജോലി ഇല്ലാത്തത്. ആർക്കായിരിക്കും മെമ്മറി കൂടുതൽ? ജോലിയില്ലാതെ ഞാൻ 3 കൊല്ലം വീട്ടിലിരുന്നിട്ട് എൻ്റെ തലച്ചോറ് തന്നെ നിന്നുപോയിരിക്കും. ഓർമ്മയേ ഇല്ല. ആരെങ്കിലും ഫോൺ നമ്പറുകൾ പറയുമ്പോൾ എനിക്ക് ഓർക്കാനേ പറ്റുന്നില്ല. എനിക്കത് ഭയങ്കരമായ ഷോക്കിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു. പിന്നെ ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടാണ്. പക്ഷെ എന്നാലും പഴയ അവസ്ഥയിൽ തിരിച്ചു വന്നില്ല. 3 വർഷം കൊണ്ട് എൻ്റെ മെമ്മറി കുറെ വഴികൾ അടഞ്ഞുപോയി അല്ലേ? എനിക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. കാരണം മെമ്മറി കൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. മെമ്മറി ചെറിയ ക്ലാസ് മുതലും മെമ്മറി ടെസ്റ്റിന് വേറെ ആർക്കും സമ്മാനം കൊടുക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. എല്ലാ മെമ്മറി ടെസ്റ്റിനും എനിക്ക് 1ാം സമ്മാനമാണ്. അപ്പൊ എനിക്കറിയാം എങ്ങനെ മെമ്മറി ടെസ്റ്റിന്റെ മുറി കൊണ്ട് എഴുതി കഴിഞ്ഞാൽ ഞാൻ ഉടനെ സ്ഥാനങ്ങളെ ഗ്രൂപ്പ് ചെയ്ത് തരംതിരിച്ച് ഇന്ന ഗ്രൂപ്പിൽ ഇത്രാന്നൊക്കെ കറക്റ്റ് എണ്ണി തിട്ടപ്പെടുത്തി പുറത്തിറങ്ങുമ്പോഴത്തേക്കും ഒറ്റ നോട്ടത്തിൽ കണ്ട സാധനങ്ങൾ പടപടയെന്ന് ഗ്രൂപ്പ് തിരിച്ച് എഴുതി അപ്പം തന്നെ കൊടുക്കുക. ഇമ്മീഡിയറ്റ് മെമ്മറി എനിക്ക് ഭയങ്കര കൂടുതലാണ്. ഇപ്പം ഞാൻ ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ നോക്കിയാൽ മതി, എനിക്കത് അങ്ങനെ മനസ്സിൽ വെക്കാൻ പറ്റും. നേരത്തെ 5 ദിവസം കഴിയുമ്പോൾ ഞാൻ മറന്നു പോയിരിക്കും. പക്ഷെ എന്നാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഞാൻ 3 കൊല്ലം വീട്ടിൽ വെറുതെ ഇരുന്നപ്പോൾ എനിക്ക് എന്ത് ഡിപ്രഷനായി പോയെന്നറിയാം. എൻ്റെ മെമ്മറി തന്നെ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നി. നഷ്ടപ്പെട്ടൊന്നുമില്ല, പിന്നെ ഞാൻ ഗ്രാജുവലി അതിങ്ങനെ എടുത്തെടുത്തെടുത്ത് തിരിച്ചു വന്നു. എന്നാലും എൻ്റെ ചിന്ത അത്രയും. എൻ്റെ ഫ്രണ്ട് പറയും അവനൊരു ബ്രെയിൻ സർജറി അണ്ടർഗോ ചെയ്തു. അപ്പോൾ അവൻ പറയും എനിക്ക് അത്രയ്ക്കും വർദ്ധനില്ല, കാരണം എൻ്റെ കുറച്ച് ബ്രെയിൻ മുറിച്ച് വന്നില്ല, അതുകൊണ്ട് ആ മുറിഞ്ഞു പോയ കൂട്ടത്തിൽ ഇതൊക്കെ പോയെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ മുറിഞ്ഞു പോയ കൂട്ടത്തിൽ പോയാലും അപ്പം തന്നെ നാച്ചുറൽ പ്രോസസ്സിൽ അതൊക്കെ റിക്കവർ ചെയ്യും അല്ലേ? എല്ലാം തിരിച്ച് പഴയപടിയാക്കാം. നമ്മുടെ ബോഡിക്ക് അങ്ങനെ ഒരു അവസ്ഥയില്ല. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കേട് വന്ന് മറ്റേ സ്ഥലം ഒരുപാട് ശക്തിയിൽ അത് ചെക്കപ്പ് ചെയ്യും അല്ലേ? അപ്പോൾ ഞാൻ എത്ര കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. അപ്പോൾ വേരിയബിൾസ് പഠിച്ചു. പലതരം വേരിയബിൾസ് ഉണ്ട്. അതായത് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ, ഇൻഡിപെൻഡൻറ്റ് വേരിയബിളും ഉണ്ട്. ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നത്, ഡിസ്ട്രാക്ഷൻ, അതിനെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഒരു കൂട്ടർക്ക് കൊടുത്തില്ല. അങ്ങനത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന വേരിയബിൾ നമ്മൾ ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയും. ഇനി ഇതനുസരിച്ച് എന്താ നിങ്ങളുടെ പെർഫോമൻസിന് വ്യത്യാസം വന്നു. അപ്പം നിങ്ങളുടെ പെർഫോമൻസ് എന്താ? ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ അല്ലേ? ഇൻഡിപെൻഡൻറ്റ് വേരിയബിളിനനുസരിച്ച്. ഇനി കുറേ എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഉണ്ട്. നമ്മുടെ തോട്ട് പ്രോസസ്സസ്. അയ്യോ, എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കണല്ലോ, ഇടയ്ക്കാണ് ഓർത്തത് മീൻകറി വെച്ചിട്ട് ചട്ടി അടച്ചു വെച്ചില്ല. അപ്പോൾ എന്ത് പറ്റി? നിങ്ങളുടെ ഈ പെർഫോമൻസ് ശരിയാവോ? കുറച്ച് നിങ്ങളുടെ തോട്ട് പ്രോസസ്സ് അതിനെ ഇൻ്റർവ്യൂ ചെയ്തു. ഒരാൾ ഓടി വന്നിട്ട് നിങ്ങളോട് ഉടനെ ഹെഡ്മാസ്റ്റർ നിങ്ങളെ വിളിക്കുന്നു, പ്രിൻസിപ്പൾ വിളിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്ത് കടന്നുപോയി? ഞാൻ ഇന്നാളെ ചെയ്ത മണ്ടത്തരം പ്രിൻസിപ്പൾ കണ്ടുപിടിച്ചെന്ന് വഴക്കുറയാൻ വിളിക്കുകയായിരിക്കും ഓർത്തിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇതൊക്കെ ഇന്റർവീനിങ് വേരിയബിൾസ് ആണ്. ഇൻ ബിറ്റ്വീൻ ആക്ട്. നിങ്ങൾ വിശന്നും മൂക്രാന്തിയൊക്കെ ഇരിക്കുക, അതിനിടയ്ക്കാണ് നിങ്ങളോട് പറഞ്ഞു ഒരു പേര് വായിച്ചിട്ട് ഉത്തരം പറ. ശരിയാവുമോ? ഇല്ല. അപ്പോൾ വിശപ്പ് വേറൊരു ഇന്റർവീനിങ് വേരിയബിളാണ് അല്ലേ? അപ്പോൾ ഒരു എക്സ്പെരിമെൻ്റൽ സിറ്റുവേഷനിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടൊരു എൻവയോൺമെൻറ്റ് വേണം, പിന്നെ പലതരം വേരിയബിൾസ് വേണം.
പിന്നെ നമ്മൾ കുറേ വേരിയബിളിനെ മാനിപ്പുലേറ്റ് ചെയ്യും അല്ലേ, എന്നിട്ട് അതിനൊരു ഔട്ട്കം ഉണ്ട്. അപ്പൊ ഈ പ്രോസസ്സിൽ ഒരുപാട് എററുകൾ വരും. ആ എററുകളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ ഒരുപാട് മെക്കാനിസംസ് യൂസ് ചെയ്യണം അല്ലേ. അതിനാണ് എക്സ്പെരിമെന്റൽ മെത്തേഡ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സർവേ മെത്തേഡ് ഉണ്ട്. സർവേ മെത്തേഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളെല്ലാവരും സർവേ ഒക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. സർവേ എന്ന് വെച്ചാൽ എന്താ, നിങ്ങൾ ഒന്നില്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനർ അല്ലെങ്കിൽ ഒരു റേറ്റിംഗ് സ്കെയിൽ അല്ലെങ്കിൽ ഒരു ഇൻവെന്ററി ഏതെങ്കിലും ഒരു സ്ഥാനം ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇന്ന് രാവിലെ എണീച്ച് നിങ്ങൾ ആദ്യം ചെയ്തത് എന്താണ്, അപ്പം നിങ്ങൾ പറഞ്ഞു പല്ല് വെച്ചു. ക്വസ്റ്റ്യനർ ആണെങ്കിൽ അത്. ഇനി ഇൻവെന്ററി ആണെങ്കിൽ എന്താ, രാവിലെ എണീച്ചാൽ ഞാൻ ഉടനെ പല്ല് തേക്കും, എഗ്രി ഡിസഗ്രി. അപ്പം എന്താ, എഗ്രി ആണെങ്കിൽ നിങ്ങൾ, അതിനാണ് ഇൻവെന്ററീസ് എന്ന് പറയുന്നത്. റേറ്റിംഗ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പല്ല് തേക്കാറുണ്ട് 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം 5 പ്രാവശ്യം. അപ്പോൾ നിങ്ങൾ എത്ര പ്രാവശ്യം പല്ല് തേക്കുന്നുള്ളത് ടിക്കിടും. അതിനാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം ടു ക്യാമ്പസ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സിനോട് നിങ്ങളുടെ അഭിപ്രായം ഹൈലി ഫേവറബിൾ, മീഡിയം അല്ലെ, മോഡറേറ്റ്ലി ഫേവറബിൾ, ന്യൂട്രൽ, അൺഫേവറബിൾ, ഹൈലി അൺഫേവറബിൾ. അതൊരു റേറ്റിംഗ് സ്കെയിലാണ്. നിങ്ങളുടെ അഭിപ്രായം ഒരു കണ്ടിന്യൂത്തിൽ എനിക്ക് കിട്ടാൻ പറ്റും. ഇനി ചില ക്വസ്റ്റ്യൻസ് യെസ് ഓർ നോ അല്ലെങ്കിൽ നിങ്ങൾ പല്ല് തേച്ചു അത് മാത്രമായിരിക്കും. എന്ത് വെച്ചാണ് നിങ്ങൾ പല്ല് തേച്ചത്, എങ്ങനെയാണ് നിങ്ങളുടെ പല്ല് തേപ്പിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പല്ല് തേച്ചു എന്ന് മാത്രമാണ് എഴുതണേ. നിങ്ങൾ കുറേ കാര്യങ്ങൾ എഴുതും അല്ലേ. പല്ല് തേക്കുന്നത് ഇങ്ങനെയൊക്കെ നിങ്ങളെ സഹായിക്കും, പല്ല് തേക്കുന്നത് നിങ്ങൾക്കൊരു ഹാബിറ്റാണ് അല്ലേ. നമ്മൾ എഴുതിയിട്ടുണ്ട് പശുവിനെ പറ്റി 10 സെന്റൻസ് ചെറിയ ക്ലാസ്സിൽ എഴുതിയിട്ടുണ്ടോ. ഓണത്തിനെ പറ്റി 10 സെന്റൻസ്, 10 സെന്റൻസ്. മഹാത്മജിയെ പറ്റി 10 സെന്റൻസ്. എങ്ങനെ നിങ്ങൾ എഴുതും? മഹാത്മാഗാന്ധി ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. സ്വാതന്ത്ര്യ സമരം ലീഡ് ചെയ്ത ആളാണ്. അദ്ദേഹത്തെ അഹിംസ എന്നതായിരുന്നു പ്രിൻസിപ്പിൾ. ഒക്ടോബർ 2 ജനിച്ചു. മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നമ്മൾ എന്തായിട്ട് ആഘോഷിക്കുന്നു? ഗാന്ധി ജയന്തിയായിട്ട് ആഘോഷിക്കുന്നു. പിന്നെ 6 സെന്റൻസ് ആയിട്ടുള്ളൂ. 4 സെന്റൻസും കൂടെ ഉണ്ട്. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഒരു ചെറുക്കൻ ഞാൻ എക്സാം ഡ്യൂട്ടിക്ക് എഴുതിയേക്ക മഹാത്മാഗാന്ധി തോർത്തുകൊണ്ടാണ് വിളിച്ചത്. മഹാത്മാഗാന്ധിയുടെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ണട ഉണ്ടായിരുന്നു, സാ പോലെയാണ് കണ്ണട ഇരിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് 10 സെന്റൻസ് ആണ് എഴുതിയിട്ടുണ്ട്. എന്താണ് അവൻ അങ്ങനെ എഴുതിയത്? നിങ്ങളിപ്പോൾ വേറെ വേറെ കാര്യങ്ങളൊക്കെയാണല്ലോ പറഞ്ഞത്, അവൻ പറഞ്ഞത് വേറെ ആയിരുന്നു അല്ലേ. ഓരോ മനുഷ്യനും ഓരോ നിരീക്ഷണം മാത്രമല്ല, നമ്മളൊരു ഡിഗ്രിക്ക് പഠിക്കണ ഒരു കുട്ടി എഴുതുന്ന സാധനമാണോ? നിങ്ങളൊരു പ്രസംഗ മത്സരത്തിന് പോയിക്ക് ഒരു 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഇരട്ടി ശക്തിയിൽ 10 ഇരട്ടി സെന്റൻസുകൾ അവൻ മനപ്പാഠം പഠിച്ച് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ കാര്യങ്ങൾ എങ്ങനെയാണ്, ഏത് കോണ്ടെക്സ്റ്റാണ്, എന്താണ്, അവൻ ആരാണ്, ഇങ്ങനെ എന്തോരം ഫാക്ടേഴ്സ് ചേർന്നിട്ടാണ് ഒരു മനുഷ്യൻ. അപ്പൊ നമ്മൾ ഈ സർവേ മെത്തേഡ് പറഞ്ഞു, സ്ട്രക്ചേർഡ് ആവാം, സെമി സ്ട്രക്ചേർഡ് ആവാം, നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാണ്. പിന്നെ ഒരു ലാർജ് ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് ഡേറ്റ കളക്ട് ചെയ്യാം. എന്ത് മെത്തേഡൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിച്ചാലും ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ഡ്രോബാക്ക് എന്താ, നമുക്ക് ശരിക്കും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാനൊന്നും സാധിക്കില്ല. നമ്മൾ ഈവൻ ദോ വി ഡു ലോട്ട്സ് ഓഫ് റിസർച്ച്, പ്രധാനമായിട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് സർവേ മെത്തേഡൊക്കെ വെച്ചിട്ടാണ്. പക്ഷെ സർവേ മെത്തേഡൊക്കെ വെച്ചും എക്സ്പെരിമെന്റൽ മെത്തേഡ് വെച്ചും എന്ത് മെത്തേഡ് വെച്ചാലും നമുക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് സാധനങ്ങൾ. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്രയും കോംപ്ലക്സ് ആണ്. അപ്പൊ ഇതിനൊക്കെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമ്മൾ പഠിക്കുന്നുണ്ട് എങ്കിൽ കൂടെ കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലിരിക്കുന്ന പല സാധനങ്ങളും നമുക്ക് അത്ര പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പൊ സർവേ എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ടുള്ള ക്വസ്റ്റ്യനെയർ അയക്കാം, ടെലിഫോൺ വഴി കളക്ട് ചെയ്യാം അല്ലേ. പിന്നെ വേറൊരു മെത്തേഡാണ് ഇന്റർവ്യൂ മെത്തേഡ്. ഇന്റർവ്യൂ എന്ന് വെച്ചാൽ എന്താ, ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ 2 people. ഇന്റൻഷൻ എന്താ, ടു അണ്ടർസ്റ്റാൻഡ്
അബൌട്ട് സംതിങ് അല്ലേ? എന്തെങ്കിലും ഞാൻ കണ്ടുപിടിച്ച ഒരു സാധനത്തിനെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവരെ ഇന്റർവ്യൂ ചെയ്യുന്നത് അല്ലേ? അപ്പം അതാണ് ഇന്റർവ്യൂ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അവിടെ ഒരു ഇന്റർവ്യൂവർ ഉണ്ട്, ഒരു ഇന്റർവ്യൂവീ ഉണ്ട് അല്ലേ? പിന്നെ ഇറ്റ് ക്യാൻ ബി സ്ട്രക്ചേർഡ്, സെമി സ്ട്രക്ചേർഡ് ഓർ അൺസ്ട്രക്ചേർഡ്. നമ്മൾ പറയുന്ന അനുസരിച്ച് അടുത്ത ചോദ്യമുണ്ട്. പരീക്ഷയുടെ വൈവയൊക്കെ അങ്ങനെയാണ്. നിങ്ങൾ എന്ത് പറയുന്നു അതിനെ പിടിച്ച് അടുത്ത ചോദ്യം സാറ് ചോദിക്കും അല്ലേ? ഇനി സ്ട്രക്ചേർഡ് ആണെങ്കിലോ സാറ് കുറേ ചോദ്യം എഴുതിയിട്ടുണ്ടാവും, അതിനെപ്പറ്റി മാത്രമേ ചോദിക്കുള്ളൂ. സെമി സ്ട്രക്ചേർഡ് ആണെങ്കിലോ കുറച്ച് എഴുതിയിട്ടുണ്ടാവും, കുറച്ച് നിങ്ങൾ പറയുന്ന അനുസരിച്ച് പോകും. അതാണ് ഇന്റർവ്യൂ മെത്തേഡ്. ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. എല്ലാ മനുഷ്യരും ഒരുപോലെയൊന്നും ഇന്റർവ്യൂവിനോട് സഹകരിക്കില്ല. 100 മനുഷ്യരിൽ നിന്ന് കളക്ട് ചെയ്യണമെങ്കിൽ 100 പേരെ ഇന്റർവ്യൂ ചെയ്യണം. ഒത്തിരി സമയം പിടിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ? നമുക്ക് അത്രയും സമയം കണ്ടുപിടിക്കണം. ഇനി അടുത്തതാണ് കേസ് ഹിസ്റ്ററി മെത്തേഡ്. കേസ് ഹിസ്റ്ററി എടുത്തിട്ടുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ഒരു ആശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങളുടെ കേസ് ഹിസ്റ്ററി എടുക്കും. അതുപോലെ തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോകുമ്പോൾ അവർ നിങ്ങളുടെ കേസ് ഹിസ്റ്ററി എടുക്കും. അതിനകത്ത് എന്താണ്? ഇൻഡെപ്ത് ഇൻഫർമേഷൻ. നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ നിങ്ങളുടെ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്നും നിങ്ങൾ വർക്ക് ചെയ്ത സ്ഥാപനത്തിൽ നിന്നും പഠിച്ച സ്കൂളിൽ നിന്നും എവിടെ നിന്നൊക്കെ കിട്ടുമോ അവിടെ നിന്ന് എല്ലാം നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും അല്ലേ? അത്രയും ഇൻഡെപ്ത് ആയിട്ട് ഒരു സാധനമാണ്. യൂഷ്വലി ദിസ് ഇസ് ഫോർ തെറാപ്യൂട്ടിക് അസസ്മെന്റ്, ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ, അതുപോലെ ഇൻഡിവിജ്വലിന്റെ ട്രീറ്റ്മെന്റ് പ്ലാൻസ് ഉണ്ടാക്കാനൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ യൂഷ്വലി റെയർ ആയിട്ടുള്ള സൈക്കോളജിക്കൽ കണ്ടീഷൻസിൽ യുണീക്ക് ആയിട്ടുള്ള ഡെവലപ്മെന്റൽ പാറ്റേൺസ്, ട്രീറ്റ്മെന്റ് റെസിസ്റ്റന്റ് കേസസ്, നോവലായിട്ടുള്ള തെറാപ്യൂട്ടിക് ഇന്റർവെൻഷൻസ്, അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇത് കേസ് സ്റ്റഡി എടുക്കുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ തറവ് എക്സാമിനേഷനാണ് അവിടെ നടക്കുന്നത്. ഇൻഡെപ്ത് ആയിട്ട് പല പല സോഴ്സസിൽ നിന്ന് അവരെ പറ്റി ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതിനെ വിശദമായി പഠിക്കുന്ന, അണ്ടർലൈൻ ആയിട്ടുള്ള എന്തൊക്കെ ഉണ്ടോ, കോസസ് ഉണ്ടോ, അതൊക്കെ പഠിക്കുന്നതിനാണ് ക്ലിനിക്കൽ കേസ് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾക്ക് എടുക്കുന്നത് അണ്ടർസ്റ്റാൻഡിങ് സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. സൈക്കോളജിക്കൽ ടെസ്റ്റുകളെ പറ്റി കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, മനുഷ്യനെ പറ്റി പഠിക്കാൻ വേണ്ടി നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സർവേ മെത്തേഡിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ടെസ്റ്റുകളാണ്. IQ അസസ് ചെയ്യാൻ, ആപ്റ്റിറ്റ്യൂഡ് അസസ് ചെയ്യാൻ എല്ലാം നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ ഉപയോഗിക്കും. ടെസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് യൂസ് ഓഫ് സ്റ്റാൻഡർഡൈസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ടു അസസ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ബിഹേവിയർ, പേഴ്സണാലിറ്റി, ഇൻ്റലിജൻസ് ഓർ കോഗ്നിറ്റീവ് എബിലിറ്റി. ഇത്രയും സാധനങ്ങളെ അസസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സിനെയാണ് നമ്മൾ ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇറ്റ് ക്യാൻ ബി എ പേപ്പർ പെൻസിൽ ടെസ്റ്റ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും നമ്മൾ ഒരു പേപ്പർ പെൻസിൽ ടെസ്റ്റ് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും അല്ലേ? നിങ്ങളോട് ഞാനൊരു ടെസ്റ്റ് പറയുകയാണെങ്കിൽ നിങ്ങൾ ആ ടെസ്റ്റ് നിങ്ങളെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വെറുതെ ഒരു പേപ്പർ പെൻസിൽ ടെസ്റ്റ് വെച്ചിട്ട് നിങ്ങളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ന്യൂറൽ മെക്കാനിസംസോ അങ്ങനത്തെ ടെസ്റ്റുകൾ, പേപ്പർ പെൻസിൽ ടെസ്റ്റുകളുണ്ട്. നിങ്ങളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാം, നിങ്ങളുടെ ഫാമിലി പാറ്റേൺ അസസ് ചെയ്യാം, നിങ്ങളുടെ പ്രോബ്ലംസ് അസസ് ചെയ്യാം. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പേപ്പർ പെൻസിൽ ടെസ്റ്റ് വെച്ചിട്ട് അസസ് ചെയ്യാം. പിന്നെ റേറ്റിംഗ് സ്കെയിൽസ് വെച്ചിട്ട് സ്റ്റാൻഡർഡൈസ്ഡ് സ്കെയിൽസ് നമുക്ക് ഉപയോഗിക്കാം. ആ സ്കെയിൽ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സണാലിറ്റി അസസ് ചെയ്യാം. ഇമോഷണൽ ഇൻ്റലിജൻസോ റെസിലിയൻസോ കുറേ വേരിയബിൾസ് നമുക്ക് അങ്ങനത്തെ സ്കെയിലുകൾ ഓൾറെഡി ഡെവലപ്ഡ് ആണ്, സ്റ്റാൻഡർഡൈസ്ഡ്. അത് നമുക്ക് യൂസ് ചെയ്യാം. ഇതിൻ്റെ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻസിനെ അഫക്റ്റ് ചെയ്യാം. ഇൻഡിവിജ്വലിൻ്റെ സ്ട്രെങ്ത്തുകൾ, വീക്ക്നെസ്സസ് അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുവഴി എന്താ ആപ്റ്റിറ്റ്യൂഡ് അങ്ങനെയൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടുന്ന പ്രോപ്പർ ഗൈഡൻസ്, കരിയർ ഡിസിഷൻസും എവിഡൻസ് ബേസ്ഡ് ട്രീറ്റ്മെൻറ്റ് തരാനായിട്ട് അത് വളരെയധികം ഉപയോഗിക്കും. ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഓൾമോസ്റ്റ് എല്ലാ എഡ്യൂക്കേഷൻ സെറ്റിങ്ങിലും, ക്ലിനിക്കൽ അസസ്മെൻറ്റിലും, എംപ്ലോയ്മെൻറ്റ് സെലക്ഷൻ, റിസർച്ച് കോണ്ടെക്സ്റ്റ്, ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയേഴ്സ്, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇൻഡിവിജ്വലൈസ്ഡ്
ഇന്റർവെൻഷൻ പ്ലാൻസ് ഡെവലപ്പ് ചെയ്യാൻ, പ്രോഗ്രസ് മോണിറ്റർ ചെയ്യാൻ എല്ലാം നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അല്ലേ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് അറിയാം. അത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ടെസ്റ്റ് ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് അത്രയും ടീഡിയസ് ആണ്. ഒന്നാമതായിട്ട് നമുക്ക് ഏത് ഏരിയയിലാണോ ഡെവലപ്പ് ചെയ്യുന്നത് അതിനെപ്പറ്റി ഒരുപാട് ഐറ്റംസ് എഴുതിയിട്ടുണ്ടാക്കണം. ഇനി ഈ ടെസ്റ്റുകൾ പല വിധത്തിലാകാം. വെർബൽ ആൻഡ് നോൺ വെർബൽ. ഇപ്പൊ വെർബൽ ടെസ്റ്റ് ആണെങ്കിൽ വെർബൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ എഴുതിയിട്ടാകണം. നമ്മളിപ്പോൾ ഒരു 30 ആയിട്ടുള്ള ഒരു സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ നമ്മളൊരു 100 to 150 ഐറ്റംസ് എഴുതിയിട്ടാകണം. എന്നിട്ട് നമ്മൾ എക്സ്പേർട്സിനെ കൊടുത്തിട്ട് ഇത് വായിച്ചു നോക്കുമ്പോൾ ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനമാണോ മെഷർ ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ആ 100 ഐറ്റത്തിൽ നിന്ന് കുറേ ഐറ്റം കളയും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും, അതിനെ ഒരു സ്കെയിൽ ഫോമിലാക്കിയിട്ട് അതിന് വാല്യൂസ് കൊടുത്തിട്ട് കുറേ 100-400 മനുഷ്യർക്ക് അത് അഡ്മിനിസ്റ്റർ ചെയ്ത് ആ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഏതൊക്കെ ഐറ്റമാണ് നല്ലതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. ചീത്ത ഐറ്റംസ് എല്ലാം വീണ്ടും കളയും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഫാക്ടർ അനാലിസിസ്, അങ്ങനെ കുറേ പ്രൊസീജിയേഴ്സ്, ഐറ്റം ഡിസ്ക്രിമിനേഷൻ ഇൻഡെക്സ് ഒക്കെ കണ്ടുപിടിച്ച് ഐറ്റം ഡിഫിക്കൽട്ടി ഡിസ്ക്രിമിനബിലിറ്റി എല്ലാം കണ്ടുപിടിച്ച് ഈ ഐറ്റം അനാലിസിസ് ചെയ്യും. എന്നിട്ട് ഐറ്റംസ് കളയും. ആ ഐറ്റംസും കളഞ്ഞു കഴിഞ്ഞ് ഫൈനലി നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് കിട്ടിയ ഐറ്റം എല്ലാം ഒരു ഫോമിലാക്കി പിന്നെ അതിന് നോംസ് എഴുതിയിട്ടാക്കണം. ഓരോ പലതരം ഗ്രൂപ്പ് ഓഫ് പോപ്പുലേഷനിൽ അഡ്മിനിസ്റ്റർ ചെയ്ത്. ഇപ്പം നിങ്ങൾ IQ ടെസ്റ്റ് കൊടുത്തു, വാട്ടിയാസ് ബാറ്ററി ഓഫ് IQ ടെസ്റ്റ് എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്ന ഒരു വെരി ഫേമസ് ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കിട്ടുന്ന സ്കോർ കിട്ടിയാൽ മതിയോ 20 വയസ്സുള്ള ഒരാൾക്ക്? അല്ല. അപ്പോൾ ഓരോ ഏജ് ഗ്രൂപ്പിലും ഏത് സ്കോറാണ് ആവറേജ്, ഏത് സ്കോറാണ് ഹൈ, ഏത് സ്കോറാണ് ലോ എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. അതിനാണ് നോംസ് എന്ന് പറയുന്നത്. ആവറേജ് പെർഫോമൻസ് ഓഫ് എ സ്റ്റാൻഡർഡൈസേഷൻ സാമ്പിളാണ് നോംസ് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ നോംസ് എഴുതിയിട്ടുണ്ടാക്കണം. അതിനുശേഷം അത് പബ്ലിഷ് ചെയ്യണം. പിന്നെ കാലാനുസൃതമായി അതിനെ റിവൈസ് ചെയ്യണം. 1950 ഉണ്ടാക്കിയ സ്കെയിൽ ഇപ്പോൾ കൊടുത്താൽ വല്ല കാര്യമുണ്ടോ? ഇല്ല. കാര്യം ഇപ്പൊ ഉള്ള മനുഷ്യരുടെ ചിന്താഗതിയൊക്കെ ഭയങ്കര വ്യത്യാസം. ഇപ്പൊ നിങ്ങൾ തന്നെ കേൾക്കും, നിങ്ങൾക്കൊരു പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് കാലഘട്ടത്തിലെ പാട്ട് കേൾക്കാനാണ് ഇഷ്ടം? പഴയ പാട്ടൊക്കെ ഇഷ്ടമാണോ അതോ പുതിയ പാട്ടൊക്കെയാണോ ഇഷ്ടം? ഏത് മൂഡ് എന്നൊക്കെ പറയുന്ന പാട്ടാണോ ഇഷ്ടം? ആ പാട്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഹാരളത് ഇല്ല. എന്താ ഈ പറയണേ, ഏത് മൂടെന്ന് മനസ്സിലാക്കാൻ തന്നെ ഞാൻ ഒത്തിരി സമയം പിടിച്ചു. എന്താ പറയണത് എനിക്ക് മനസ്സിലാവണ്ടായിരുന്നില്ല. പിന്നെയാണ് മനസ്സിലായത് നമുക്ക് ഇഷ്ടം ഏതൊക്കെയാണ്. പണ്ട് പടവുന്ന കാലത്തെ പാട്ടൊക്കെയാണ്. പക്ഷെ ഇപ്പൊ കോമ്പറ്റീഷൻസിന് പോലും എല്ലാവരും പഴയ പാട്ടാണ് പാടുന്നത്. പുതിയ പാട്ടൊന്നും ആരും പാടുന്നില്ല. കാരണം അതൊന്നും പാടിയിട്ട് അതിനൊന്നും ഓർക്കാൻ പോലും നമുക്ക് സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു രാഗം പോലും ഇല്ലാത്ത എന്തൊക്കെയോ ചില വാക്കുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പറയുന്ന പാട്ടൊക്കെയാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോഴത്തെ പിള്ളേർക്ക് അതൊക്കെ ഇഷ്ടം. നമുക്കാണ് പഴയ പാട്ടൊക്കെ ഇഷ്ടം അല്ലേ. അപ്പൊ പണ്ടത്തെ റേറ്റിംഗ് സ്കെയില് നമ്മൾ കൊണ്ടു കൊടുക്കുകയാണ്. നിങ്ങൾ പഴയ പാട്ട് എനിക്കിഷ്ടം, ഇന്ന തരത്തിലുള്ള ഗാനങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് പഴയ പാട്ട് എഴുതി എപ്പോഴത്തെ പിള്ളേർക്ക് ഇഷ്ടപ്പെടുവോ? പഴയ എന്തെങ്കിലും കോണ്ടെക്സ്റ്റ് നമ്മൾ പറഞ്ഞിട്ട് ഇപ്പോഴത്തെ പിള്ളേർക്ക് കൊടുത്താൽ അത് ഇഷ്ടപ്പെടുവോ? പണ്ട് കാലത്ത് ഞാനൊക്കെ പഠിക്കുമ്പോൾ ഗേൾസിനും ബോയ്സിനും സെപ്പറേറ്റ് സ്ഥലമായിരുന്നു. ബോയ്സ് ഈ സൈഡിൽ, ഗേൾസ് ഈ സൈഡിൽ. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗേൾസും ബോയ്സൊക്കെ ഒരേ സൈഡിൽ, ഏത് സൈഡിൽ കഴിഞ്ഞിരിക്കും. പിന്നെ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഇടവിട്ടിരിക്കും. ഒരു ബെഞ്ചിൽ ഒരു ബോയ്, ഒരു ഗേള്, പിന്നെ 2 ഗേള്, പിന്നെ ഒരു ബോയ്, അങ്ങനെ ഇരിക്കും. ഇപ്പോൾ എങ്ങനെയായി? ബോയ് ഏത് ഗേൾ ഏതെന്ന് പോലും നമുക്ക് തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. ഗേൾസും മുടി വളർത്തുന്നു, ബോയ്സും മുടി വളർത്തുന്നു. ഗേൾസ് മുടി വെട്ടുന്നു, ബോയ്സ് മുടി വെട്ടുന്നു. ഗേൾസ് പാൻറ് ഷർട്ട് ഇടുന്നു, ബോയ്സ് പാവാട ഇടുന്നില്ല. ഇനി എന്നാണോ അത് ഇടുന്നത്? പക്ഷെ ഒരുതരം ലൂസ് പാൻസ് ഒക്കെ ഇപ്പൊ ബോയ്സ് ഇടുന്നുണ്ട് അല്ലേ. പല ബോയ്സും പല വിധത്തിലുള്ള വേഷങ്ങളൊക്കെ ധരിക്കുന്നത്. കമ്മല് എല്ലാ കൂട്ടർക്കും കമ്മലുണ്ട്. 2 കാലം കുത്തിയ ബോയ്സ് ഉണ്ട്. മൂക്ക് കുത്തിയ ബോയ്സ് ഉണ്ട് അല്ലേ. മൂക്ക് കുത്തിയിട്ടുണ്ട്.
അപ്പൊ നമുക്കിപ്പോ ഗേളാണോ ബോയ് ആണോ പ്രത്യേകം ചോദിക്കാനൊന്നും പാടില്ല. ജെൻഡർ സെൻസിറ്റിവിറ്റി ഒക്കെ ഭയങ്കര ടാറ്റു ഇല്ലാതെ അടിക്കുന്നുണ്ട്. നമുക്കൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പക്ഷെ പണ്ട് വളർന്ന കാലത്ത് നമ്മുടെ അമ്മമ്മയുടെ ഒക്കെ ടാറ്റു ഉണ്ടായിരുന്നു. അത് വസൂലി ഉണ്ടോന്ന് കുത്തിയപ്പെടുത്തുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കുത്ത് ടാറ്റു, കുതിര ടാറ്റു, കുരിശ് ടാറ്റു ഒക്കെ ഉണ്ടായിരുന്നു പണ്ട്. അത് അറിയുന്നതിനാ വസൂലിയുടെ കുത്തിയപ്പെടുത്തിട്ടുണ്ടെങ്കിൽ ആ എടുക്കുന്ന ആളുടെ കലാബോധം അനുസരിച്ച് അവര് മഷി വെച്ച് കുത്തും. അതാണ് ടാറ്റു. അതൊക്കെയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ടാറ്റൂയിങ് ഹാസ് ബിക്കം എ വെരി ബിഗ് ആർട്ട് അല്ല, ഭയങ്കര ഒരു ബിഗ് ഇൻഡസ്ട്രി ആയി മാറി ടാറ്റൂയിങ് ഒക്കെ. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ ഒരു മിസ്സിന്റെ മോൻ ടാറ്റു ആർട്ടിസ്റ്റ് ആണ്. ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ചെറിയതായിട്ടൊന്നും നമുക്ക് ടാറ്റു ഒന്നും അടിക്കാനൊന്നും സാധിക്കില്ല. ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാര്യമായി മാറി അല്ലെ. കലയ്ക്കൊക്കെ ഭയങ്കര പ്രാധാന്യം. അപ്പം ഓരോന്നും നമുക്കൊന്നും അങ്ങനെയൊന്നും തിരിച്ചറിയാൻ പോലും സാധിക്കുന്നില്ല. അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് ടെസ്റ്റുകൾ നമ്മൾ റിവൈസ് ചെയ്യുകയോ വേണം അല്ലേ. അപ്പോൾ നമ്മുടെ തരം ടെസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്റലിജൻസ് ടെസ്റ്റ് ഉണ്ട്. ഇന്റലിജൻസ് ടെസ്റ്റ് എന്താ മെഷർ ചെയ്യുന്നത്? ജനറൽ മെന്റൽ എബിലിറ്റി മെഷർ ചെയ്യുന്നതാണ്. നിങ്ങളുടെ പ്രോബ്ലം സോൾവിങ് സ്കിൽസ്, കോഗ്നിറ്റീവ് കപ്പാസിറ്റി ഒക്കെ മെഷർ ചെയ്യുന്നതാണ് ഇന്റലിജൻസ് ടെസ്റ്റ്. റേസ്, വിസ്ക്, സ്പാൻഫോർഡ് ബിനെറ്റ്, ബാർട്ടിയാസ്, പിന്നെ എന്താ, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റുകളുണ്ട്. പേഴ്സണാലിറ്റി, നിങ്ങളുടെ പേഴ്സണാലിറ്റിയുടെ ഡിഫറെൻറ്റ് റേറ്റ്സുകൾ നമുക്ക് അസസ് ചെയ്യാൻ, ഇമോഷണൽ പാറ്റേൺസ്, ബിഹേവിയർ സ്റ്റൈൽസ് ഒക്കെ മനസ്സിലാക്കാൻ 16 PF, MMPI, BPA എന്നൊക്കെ പറഞ്ഞ് ബിഗ് 5 പേഴ്സണാലിറ്റി എന്നൊക്കെ പറഞ്ഞ് കുറേ ടെസ്റ്റുകളുണ്ട്. പിന്നെ ഉള്ളത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. അക്കാഡമിക് പ്രോഗ്രസ്, എന്തെങ്കിലും മാസ്റ്ററി, നിങ്ങൾ പരീക്ഷയൊക്കെ നടത്തുമ്പോൾ നമ്മൾ നടത്തുന്നത് അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. ലേൺഡ് സ്കിൽസ്, നോളജ് ഒക്കെ അസസ് ചെയ്യാൻ അതിനൊക്കെ ഒരുപാട് ടെസ്റ്റുകളുണ്ട്. നമ്മൾ എല്ലാ കോഴ്സ് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ട് അല്ലേ, അത് നിങ്ങളുടെ അച്ചീവ്മെൻറ്റ് ടെസ്റ്റാണ്. ദെൻ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്. ആപ്റ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സ്പെഷ്യൽ എബിലിറ്റിക്കാണ് ആപ്റ്റിറ്റ്യൂഡ്. വെദർ യു ഹാവ് മ്യൂസിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ഓർ നോട്ട്, അതിനാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ചിത്രം വരയ്ക്കാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, മെക്കാനിക്കൽ ജോബ്സ് ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, ക്ലിനിക്കൽ ജോബ്സ് ചെയ്യാനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ, അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങൾ അസസ് ചെയ്യുന്നതാണ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. പിന്നെ പ്രൊജക്റ്റീവ് ടെസ്റ്റുകളുണ്ട്. പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്താണെന്നറിയോ? സ്റ്റിമുലസ് വന്നിട്ട് ഭയങ്കര അബ്സ്ട്രാക്റ്റ് ആയിരിക്കും. അപ്പം നിങ്ങൾക്കൊരു സ്റ്റിമുലസ് തരും. അപ്പം നിങ്ങളത് നോക്കിയിട്ട് അതിൽ നിന്ന് എന്താ മനസ്സിലായത്? ചിലപ്പോൾ ഒരു ബ്ലാങ്ക് കാർഡായിരിക്കും. ആ കാർഡിൽ നിന്ന് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ടൊരു സ്റ്റോറി ഇടാണ്. ആ സ്റ്റോറി എഴുതുമ്പോൾ എന്ത് വെച്ചു നിങ്ങളുടെ മനസ്സിലുള്ള എന്ത് സാധനമാണ് അതായിരിക്കും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യും അല്ലേ. അതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റുകൾ. അത് റോർഷാക്ക് ഇൻഡോർ ടെസ്റ്റ് ഉണ്ട്, തിമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ് ഉണ്ട്. ദെൻ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റുകളുണ്ട്. അതെന്താണ്? നിങ്ങളുടെ കോഗ്നിറ്റീവ് ഫങ്ഷൻ, ബ്രെയിൻ ബിഹേവിയർ റിലേഷൻഷിപ്പ്, എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടോ അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ന്യൂറോ കോഗ്നിറ്റീവ് ടെസ്റ്റുകൾ ഉപയോഗിക്കുന്നത്. ട്രെയിൻ മേക്കിംഗ് ടെസ്റ്റ്, ബെക്കിൻ്റെ ഡിപ്രഷൻ ഇൻവെൻട്രി, അങ്ങനത്തെ കുറേ ടെസ്റ്റുകളൊക്കെ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്കുള്ളത് എത്തിക്കൽ ഫൗണ്ടേഷൻസ് ഇൻ സൈക്കോളജിക്കൽ ടെസ്റ്റിംഗ് ആണ്. അതായത് നിങ്ങളൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു ടെസ്റ്റ് കൊടുക്കുമ്പോൾ? ഒന്നാമതായിട്ട് ഇൻഫോംഡ് കൺസെൻറ്റ്. ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടെസ്റ്റ് കൊടുക്കുന്ന ആൾ ടെസ്റ്റ് എടുക്കാൻ തയ്യാറാണെന്നും ഈ ടെസ്റ്റിൽ എന്തൊക്കെയുണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ നിങ്ങൾക്ക് സമ്മതപത്രം തരണം. അതെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്കൊരു സൈക്കോളജിക്കൽ ടെസ്റ്റ് അവർക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റും. ഞാനിങ്ങ് വന്നു ക്ലാസ് എടുക്കാൻ വന്നു, എന്നാൽ ശരി എല്ലാവർക്കും ഒരു ടെസ്റ്റാണ്, അത് തരാമോ? ഇല്ല. ഞാൻ പറയണം എന്തൊക്കെ കാര്യങ്ങളാണ് ടെസ്റ്റിൽ മെഷർ ചെയ്യുന്നത്, അതിലെന്തൊക്കെ റിസ്കുകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനാണ് ഇൻഫോംഡ് കൺസെൻറ്റ് എന്ന് പറയുന്നത്. വോളണ്ടറി പാർട്ടിസിപ്പേഷൻ, പിന്നെ ഇൻഡിവിജ്വലിൻ്റെ ഒരു ഓട്ടോണമിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. അടുത്തത് കോൺഫിഡൻഷ്യാലിറ്റിയാണ്. നിങ്ങൾ അറിഞ്ഞോ അപ്പുറത്തെ ആളിന് ഇന്ന കുഴപ്പങ്ങളൊക്കെ ഉള്ള, ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ചാൽ നാട്ടുകാരോടൊക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? ഇല്ല. ഞാൻ വന്നിട്ട് ഇൻഫോംഡ് കൺസെൻറ്റ് കൊടുത്തതിന് ശേഷം കിട്ടുന്ന ഡേറ്റനെ ഞാൻ കോൺഫിഡൻഷ്യലായിട്ട് വെക്കാൻ എനിക്ക് സാധിക്കണം. ആ പാർട്ടിസിപ്പൻറ്റിൻ്റെ പ്രൈവസിനെ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ കൾച്ചറൽ സെൻസിറ്റിവിറ്റി, അതായത് നമ്മൾ ഓരോ കൾച്ചറിൽ ചെന്ന് കഴിയുമ്പോൾ ഓരോ തരത്തിലാണ് അല്ലേ. അപ്പോൾ ഓരോ കൾച്ചറിലും എങ്ങനെയാണ് ആ ഡൈവേഴ്സ്
ഡെമോഗ്രാഫിക് ഗ്രൂപ്പ്സ് എങ്ങനെയാണ് അവരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതോ മിസ്റെപ്രസെൻറ്റ് ചെയ്യുന്ന തരത്തിലുള്ളതോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അവോയ്ഡ് ചെയ്തിരിക്കണം. അതിനാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറേ പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ആരാണോ ഈ ടെസ്റ്റ് കൊടുക്കുന്നത് ഹി ഷുഡ് ബി കോമ്പീറ്റൻറ്റ്. ചുമ്മാ ഏതാളോ എന്നിട്ടും അങ്ങനെ ടെസ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് ആ ടെസ്റ്റ് കൊടുക്കാനുള്ള യോഗ്യത ഉണ്ട്. ഡിഫൈൻഡ് പ്രൊഫഷണൽസ്, ക്വാളിഫൈഡ് പീപ്പിളിന് മാത്രമേ സൈക്കോളജിക്കൽ ടെസ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഓരോ മനുഷ്യനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് നമ്മൾ പഠിച്ചില്ല എക്സ്ട്രേനിയസ് വേരിയബിൾസ് ഉണ്ട്. ഈ വേരിയബിൾസും പിന്നെ ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. ദെൻ അപ്രോപ്രിയേറ്റ് ടെസ്റ്റ് സെലക്ഷൻ. ഈ സാധനമാണ് എനിക്ക് മെഷർ ചെയ്യേണ്ടത്. ഈ ആൾ വന്നിട്ട് ഞാൻ ജോലിക്കെടുത്താൽ നല്ല എംപ്ലോയി ആകുമോ എന്നാണ് എനിക്കറിയേണ്ടത്. അതിന് വേണ്ടി അത് അസസ് ചെയ്യുന്ന ടെസ്റ്റ് കൊടുത്തെങ്കിലേ എനിക്കത് മനസ്സിലാവുള്ളൂ. എൻ്റെ കയ്യിൽ ടെസ്റ്റ് നടന്നു അതങ്ങോട്ട് കൊടുത്തു, ശരിയാവുമോ? ഇല്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള ടെസ്റ്റുകൾ വേണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ മിസ് ഡയഗ്നോസിസ് ആണ്. ഒരാൾക്ക് ക്യാൻസർ ഇല്ല, നിങ്ങൾ ടെസ്റ്റ് കൊടുത്ത് ക്യാൻസർ കണ്ടുപിടിച്ചു, എന്ത് പറ്റൂ? മാനസിക രോഗം ഇല്ല, പക്ഷെ നിങ്ങൾ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. ഇനി ഉണ്ട്, സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ട്, പക്ഷെ നിങ്ങൾ കണ്ടുപിടിച്ചില്ല, എന്ത് ചെയ്യും? എന്താ സംഭവിക്കണേ? ആ ഒരു ജീവനങ്ങ് നഷ്ടപ്പെടും. അതിന്റെ വില എത്രയാ? കോസ്റ്റ് ഇൻവോൾവ്ഡ് ഈസ് ടു ഹൈ അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് എന്ത് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുമ്പോഴും അത് കൊടുക്കേണ്ട ആള് വേണം അത് കൊടുക്കാൻ. അല്ലാത്തവർ നമ്മൾ വെറുതെ ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മിസ്അപ്രോപ്രിയേറ്റ് ആണ്. അപ്പൊ അങ്ങനെ അത് ചെയ്യാൻ പാടില്ല. പിന്നെ ടെസ്റ്റ് സെലക്ഷൻ കറക്റ്റ് ആയിരിക്കണം. ഫീഡ്ബാക്ക് ആൻഡ് ഡീബ്രീഫിംഗ്. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ആളുടെ അവകാശമാണ് എന്താണ് നിങ്ങൾ ചെയ്തതെന്ന് അവരറിയണം അല്ലേ? അപ്പൊ നമ്മൾ ഡീബ്രീഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്തതെന്നുള്ള കാര്യം എന്ത് മനസ്സിലായി, അതിൻ്റെ ഇംപ്ലിക്കേഷൻ എന്താണ്, എന്തൊക്കെ ഗൈഡൻസ് വേണം, റെഫറൽ സർവീസസ് വേണോ, അതൊക്കെ മനസ്സിലാക്കാനുള്ള റൈറ്റാണ്. അപ്പം നമ്മൾ എപ്പോഴും അവർക്കതൊക്കെ പറഞ്ഞു കൊടുക്കണം. ദെൻ മെയിൻറ്റെയിനിങ് ഡിഗ്നിറ്റി ആൻഡ് പ്രിവെൻറ്റിങ് ഹാം. ഒരാളിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ പാർട്ടിസിപ്പൻസിനെയും നല്ല റെസ്പെക്റ്റോടുകൂടി അവരുടെ ഏജ്, ജെൻഡർ, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്, പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഇതൊന്നും നമ്മളെ ബാധിക്കില്ല. ഏത് ടെസ്റ്റ് ആർക്കാണോ കൊടുക്കുന്നത് എവ്രി വൺ ഷുഡ് ബി ഗിവൺ ഈക്വൽ റെസ്പെക്റ്റ് അല്ലേ? അങ്ങനെ വേണം നമ്മൾ കൊടുക്കാൻ. പിന്നെ അവയർനെസ് ഓഫ് സ്റ്റിഗ്മ. വിജിലന്റ് അബൌട്ട് ഹൗ റിസൾട്ട്സ് ആർ റിപ്പോർട്ടഡ് ആൻഡ് യൂട്ടിലൈസ്ഡ്. ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള യൂസ് കൊണ്ട് എന്ത് സംഭവിക്കും? സ്റ്റിഗ്മയൊക്കെ ഉണ്ടാവണം. സ്റ്റിഗ്മ എന്ന് പറഞ്ഞാൽ എന്താ? അവരെ നമ്മൾ നെഗറ്റീവായിട്ട് കാണും അല്ലേ? സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എയ്ഡ്സ് ഉള്ള ഒരാൾ, അയാൾ എങ്ങനെയാണ് കാണുന്നത്? അയാളെ കാണുമ്പോഴേ നമ്മളൊക്കെ ഓടിപ്പോകും അല്ലേ? എന്തിനാ ഓടിപ്പോകുന്നത്? നമുക്കറിഞ്ഞൂടെ എയ്ഡ്സ് അങ്ങനെയൊന്നും പകരില്ല. എന്നോട് ഒരു എയ്ഡ്സ് രോഗി പറയായിരുന്നു, അയാൾ കുടിച്ച വെള്ളം അപ്പുറത്തെ വീട്ടിൽ പോകുന്നെന്നും പറഞ്ഞ് അപ്പുറത്തെ ആളുകൾ ഭയങ്കര പ്രോബ്ലം. അതായത് മണ്ണിൽ നനവ് ഉണ്ട് ഇയാൾ കുളിച്ച് കഴിയുമ്പോൾ. ഇയാൾക്ക് എയ്ഡ്സ് ആയതുകൊണ്ട് ആ വീട്ടിൽ നനവ് വല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ കുളിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പം എന്തൊക്കെ സ്റ്റിഗ്മകളാണ് നമുക്കുള്ളത്. മാനസിക രോഗമുള്ളതാണ്, അവരെയൊന്നും ട്രീറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല, അതൊരിക്കലും മാറൂല അല്ലേ? നമ്മൾ മനോരോഗികളെ എവിടെയെങ്കിലും കൂട്ടിയിടുകയോ കെട്ടിയിടുകയോ ചങ്ങലക്കിടുകയോ ഒക്കെ ചെയ്യുന്നത്. അവരെ മര്യാദയ്ക്ക് അവർക്ക് വേണ്ടുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും മെൻ്റലി ഇല്ലായിട്ടുള്ള ആളുകളെ പാർപ്പിക്കുന്ന ആശുപത്രിയിൽ പോയി നോക്കിയെങ്കിൽ മാറിയ ആളുകളെ ആരും വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനില്ല. മാറിയിട്ടും അവർ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. എന്തുകൊണ്ടാണ്? ബിക്കോസ് വി ഹാവ് സർട്ടൺ സ്റ്റിഗ്മ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പം അവയർനെസ്സും സ്റ്റിഗ്മയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ സഹായിക്കണം എന്നാണ്. അപ്പോൾ ഇതാണ് മെയിൻറ്റെയിനിങ് ഡിഗ്നിറ്റി ആൻഡ് പ്രിവെൻറ്റിങ് ഹാം. ഇതാണ് രണ്ടാമത്തെ യൂണിറ്റ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഏതൊക്കെ പഠിച്ചു? ഏതൊക്കെ മെത്തേഡ്സ് പഠിച്ചു? ഇൻട്രോസ്പെക്ഷൻ, ഒബ്സർവേഷൻ, എക്സ്പെരിമെന്റ്, സർവേ, ക്ലിനിക്കൽ കേസ് സ്റ്റഡി മെത്തേഡ്,
ഇന്റർവ്യൂ മെത്തേഡ്, അതൊക്കെ സർവേയിൽ വരുന്നതാണ്. ക്വസ്റ്റ്യനെയർ, കേസ് സ്റ്റഡി സർവേ അല്ല, ക്വസ്റ്റ്യനെയർ, ഇൻവെന്ററീസ്, റേറ്റിംഗ് സ്കിൽസ്, ഇത് മൂന്നും സർവേയിൽ വരുന്നതാണ് അല്ലേ. പിന്നെ നമ്മൾ പഠിച്ചു സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്താണെന്ന് പഠിച്ചു, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടെസ്റ്റുകൾ പഠിച്ചു, എന്തൊക്കെ എത്തിക്കൽ ഇഷ്യൂസ് ആണ് ഒരു ടെസ്റ്റ് കൊടുക്കുമ്പോൾ ടെസ്റ്റ് ടേക്കർ പാലിക്കേണ്ടതെന്ന് പഠിച്ചു. ഇത്രയും കാര്യം മനസ്സിലായോ? അപ്പൊ ഇതിന്റെ ഒരു പടം ഉണ്ടാക്കണം, ഡയഗ്രാം ഉണ്ടാക്കണം കേട്ടോ. ഫസ്റ്റ് യൂണിറ്റിന്റെ ഡയഗ്രാം, സെക്കൻഡ് യൂണിറ്റിന്റെ ഡയഗ്രാം. എത്ര യൂണിറ്റ് പഠിക്കുന്നോ അത്രയും ഡയഗ്രാം നിങ്ങൾ പഠിക്കണം. ഇനി അടുത്തത് ബയോളജിക്കൽ ബേസിസ് ഓഫ് ബിഹേവിയർ ആണ്. ഇതിന്റെ ഡയഗ്രത്തിന്റെ കളിയാണ്. ബയോളജിക്കൽ ബേസിസിൽ എന്താ പഠിക്കാൻ? ടൈപ്സ് ഓഫ് ടെസ്റ്റ് എന്നുള്ളതിലേ മിസ് ഒരുപാട് കുറച്ച് ടെസ്റ്റുകളെ കുറിച്ച് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്തു. ടെക്സ്റ്റ് കുറച്ച് ഭാഗ്യം ഉള്ളപ്പോ കണ്ടന്റിലുണ്ടോ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുള്ള സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 38 കൊല്ലമായി സൈക്കോളജി പഠിക്കുന്ന ആളാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ നിൽക്കില്ല, എനിക്ക് നിർത്താൻ പറ്റൂല. ഞാൻ ഇത്ര ഇട്ടിട്ട് തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വരുന്ന സാധനം പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലുള്ളത് എഴുതിയാൽ മതി. പിന്നെ ഞാൻ എഴുതുന്നത് ഞാൻ പറയുന്നത് നുണയല്ല, അത് ഉള്ള സാധനം തന്നെയാണ്. നിങ്ങൾ അഡീഷണൽ എഴുതിയാലും നിങ്ങളുടെ മാർക്ക് ആരും കുറയ്ക്കൂല അഡീഷണൽ എഴുതിയെന്ന് വെച്ചു. മനസ്സിലായോ? നിങ്ങൾക്ക് അഡീഷണൽ എഴുതാം, അത് നിങ്ങളുടെ ചോയ്സാണ്. പിന്നെ ഞാൻ പറയുമ്പോൾ എൻ്റെ കണക്കിനുള്ളത് ഞാൻ പറയും. കാര്യം ഞാൻ അത്രയും വർഷമായി ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്, ടീച്ചിങ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞാൻ ജാസ്തി പറയുന്നത്. അപ്പൊ നിങ്ങൾ എഴുതുമ്പോൾ അത് എഴുതും കേട്ടോ. ഇനി അടുത്ത യൂണിറ്റ് ബയോളജിക്കൽ ബേസിസ് ആണ്. നിങ്ങൾ പടം വരയ്ക്കുമ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ നോക്കി വരച്ചാൽ മതി. നിങ്ങൾ പഠിക്കാനാ, അല്ലാണ്ട് എനിക്ക് കാണാനല്ല പടം. മനസ്സിലായോ? നിങ്ങൾ ഓരോ പാഠത്തിനെ വായിച്ച് സമ്മറൈസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ പടം. സൈക്കോളജി എന്ന് പറയുന്നത് ഓരോ യൂണിറ്റും ഞങ്ങൾ പഠിക്കുന്നത് ഓരോ പേപ്പറാണ്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി എന്നുള്ള പാഠം ഒരു പേപ്പറാണ്. രണ്ടാമത് മെത്തേഡ്സ് എന്നുള്ള പാഠം എക്സ്പെരിമെന്റൽ മെത്തേഡ് തന്നെ ഒരു പേപ്പറാണ്. അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് ഞങ്ങൾ പഠിക്കുന്നത്. മനസ്സിലായോ? ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് ക്ലിനിക്കൽ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യലൈസേഷൻ ഏരിയ. അതിൽ 4-5 കൊല്ലം പഠിക്കാനാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. പക്ഷെങ്കിൽ നമുക്കത് പറയാൻ പറ്റാത്തതുകൊണ്ടാണ് 1-2 ദിവസത്തിൽ നമ്മളിത് ഫിനിഷ് ചെയ്യുന്നത്. പിന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ നിങ്ങളൊരു 1 ഇയർ ഡിപ്ലോമയല്ലേ പഠിക്കുന്നത്, അതിന് വേണ്ടിയിട്ട് 6 മാസം അതിനുള്ള സാധനം നിങ്ങൾക്ക് പഠിക്കേണ്ടേ ഉള്ളൂ. ഞാൻ പിന്നെ ജാസ്തി പറയണത് എന്നാന്ന് വെച്ചാൽ എനിക്കത് ശീലമായിപ്പോയി, എൻ്റെ മനസ്സിലങ്ങ് വരും. പിന്നെ അത് പറഞ്ഞില്ലെങ്കിൽ അത് കുഴപ്പമാവും. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. ഇനി അടുത്തത് ബയോളജിക്കൽ ബേസിസ് ആണ്. ബയോളജിക്കൽ ബേസിസിൽ എന്താണ്? നിങ്ങളുടെ ഫിസിയോളജിക്കൽ പ്രോസസ് ഇൻക്ലൂഡിങ് നെർവസ് സിസ്റ്റം, ഹോർമോൺസ്, ജനറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒക്കെ നിങ്ങളുടെ തോട്ട്സ്, ബിഹേവിയർ, ഇമോഷൻസിനെയൊക്കെ എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പം ആ സാധനങ്ങൾ നിങ്ങൾ എങ്ങനെ ഹെൽപ്പ് ചെയ്യും? അതിൽ പ്രധാനമായിട്ട് നമുക്കുള്ളത് സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം എന്താ? ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ? ബയോളജി ടീച്ചർമാരൊക്കെ ആണെങ്കിൽ ഒരുപാട് അറിയായിരിക്കും. ബയോളജി ടീച്ചർമാരെ ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഒരു ടീച്ചർ ബയോളജിയാണ്. അപ്പൊ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിൽ എത്ര പാർട്സ് ഉണ്ട്? 3 മേജർ പാർട്സ് ഓഫ് ബ്രെയിൻ ഏതൊക്കെയാ? സെറിബ്രം, സെറിബെല്ലം, മെഡുല്ല അല്ലേ? നമ്മൾ പ്രധാനമായിട്ടും സ്കൂൾ ലെവലിൽ ഇത്രയൊക്കെ നമ്മൾ പഠിക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ ഈ ന്യൂറോ സൈക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഓരോ പാർട്ടും പഠിക്കണം. ലാംഗ്വേജ്, സ്പീച്ച്, വിഷൻ, ഹിയറിങ്, ഓരോ സാധനത്തിൻ്റെ ഹയർ മെന്റൽ പ്രോസസ്സസ്, കോർട്ടക്സിന്റെ ഫങ്ഷൻസ്, മെഡുല്ല ഒബ്ലോങ്ങേറ്റ, ബ്രെയിൻ സ്റ്റെമ്മിൽ എന്തൊക്കെ സാധനങ്ങൾ, കോർപ്പസ് കലോസം, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പഠിക്കും അല്ലേ? അപ്പം നമ്മൾ പക്ഷെ നിങ്ങൾ അത്ര ഒന്നും പഠിക്കുന്നില്ല. നിങ്ങളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് ബോഡിയുടെ മെയിൻ പ്രോസസ്സിംഗ് സെന്ററാണ്. ബ്രെയിനും സ്പൈനൽ കോഡും ആണ് അതിനകത്ത് പ്രധാനമായിട്ടുള്ളത് അല്ലേ? നിങ്ങൾക്ക് അതിൻ്റെ പടം വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ? ഇതൊന്നും തെളിയുന്നില്ല. തെളിഞ്ഞോ? ഇല്ല. എനിക്ക് ഇതിൽ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിത് മാറ്റി കൊടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പം ഈ ബ്രെയിനും സ്പൈനൽ കോഡും ചേർന്നിട്ടാണ്
ബ്രെയിനിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ഉണ്ട്, എന്താണെന്നറിയോ? സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. അത് ബ്രെയിനിൽ മാത്രമേ ഉള്ളൂ. അങ്ങനെ നിങ്ങളുടെ സ്പൈനൽ കോഡിനെയും കൂടെ ചുറ്റിയാണ് ആ ഫ്ലൂയിഡ് വരുന്നത്. അത് എന്തൊക്കെയാണ്? അപ്പൊ നമ്മൾ പറഞ്ഞു ഇതിനകത്ത് സെറിബ്രം ഉണ്ട്, അല്ലെങ്കിൽ ഫോർ ബ്രെയിൻ. സെറിബ്രം എന്ന് പറയുന്നത് എന്താ? ഏറ്റവും വലിയ ലാർജസ്റ്റ് റീജിയൻ ആണ്. ലെഫ്റ്റും റൈറ്റും ഹെമിസ്ഫിയർ ഉണ്ട്. വിച്ച് ഇസ് കണക്റ്റഡ് ബൈ കോർപ്പസ് കലോസം എന്നൊരു ഇങ്ങനെ ഒരു സി ഷേപ്പ് സാധനമാണ് ഈ സെറിബ്രത്തിന്റെ രണ്ട് ഭാഗത്തിനെയും തമ്മിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നത്. അപ്പൊ ഇവിടെയുള്ള ഇൻഫർമേഷൻ അങ്ങോട്ട് പാസ് ചെയ്യുന്നത്, അവിടെയുള്ള ഇൻഫർമേഷൻ ഇതിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യും, അല്ലേ? ഭയങ്കരമായിട്ടുള്ള കോഗ്നിറ്റീവ് ഫങ്ഷൻസ്, ഹയർ മെന്റൽ പ്രോസസ്സും എല്ലാം നടക്കുന്നത് എങ്ങനെയാണ്? കോർട്ടക്സ് ആണ്. നിങ്ങൾ നോക്കിക്കോ, മനുഷ്യന്റെ ബ്രെയിനാണ്, മനുഷ്യനാണ് നെറ്റിയുള്ളത്. വേറെ ആർക്കെങ്കിലും നെറ്റിയുണ്ടോ? പട്ടിക്ക് നെറ്റിയുണ്ടോ? നെറ്റി എങ്ങനെ ഇരിക്കണേ? കൊറവോട്ട ഇങ്ങനെ അങ്ങോട്ട് പരന്നായിരിക്കണം. ഇങ്ങനെ കുറച്ച് തള്ളിയിരിക്കില്ല, കൊരങ്ങിനുണ്ട്, പക്ഷെ അത് ചെരിഞ്ഞായിരിക്കുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ഏരിയ എത്രത്തോളം ഉണ്ടോ അത്രത്തോളമാണ്. അതാണ് നമ്മുടെ കോർട്ടക്സ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യന് മാത്രമാണ് ആ ഏരിയ ഭയങ്കരമായിട്ട് ഡെവലപ്ഡ് ആയിട്ടുള്ളൂ. ബിക്കോസ് ഹയർ മെന്റൽ പ്രോസസ്സസ് ആർ പോസിബിൾ ഓൺലി ഫോർ അസ്. പട്ടിക്കും കൊരങ്ങിനൊക്കെ ഉണ്ടോ ഹയർ മെന്റൽ പ്രോബ്ലം? ഇല്ല. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എത്രയാണെന്ന് പട്ടിയോട് വെച്ച് അവന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്കറിയാത്ത ഒരുപാട് സാധനങ്ങൾ അവനറിയാം, അല്ലേ? നാച്ചുറൽ പ്രോസസ്സ് കൂടുതലായിട്ട് അവനുണ്ട്. നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് തിരക്കുള്ളത് കൊണ്ടാണ്. നമുക്ക് തിരക്കില്ലായിരുന്നെങ്കിൽ നമുക്കതൊക്കെ മനസ്സിലാക്കാൻ പറ്റില്ലേ? അവര് കൂടുതലായിട്ട് സെൻസ് ചെയ്യും, അല്ലേ? ഗോവ തീരത്ത് സുനാമി വന്നപ്പോ പശുക്കൾ ഓടിയായിരുന്ന കുറെ മനുഷ്യരെ അടിച്ചു ഓടിയത്, പശു കുത്താൻ വരുവാന്ന് ഓർത്ത്. അപ്പോഴാണ് അവർ സുനാമി തെരഞ്ഞ് രക്ഷപ്പെട്ടു പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ പശുക്കൾക്ക് അത് സെൻസ് ചെയ്തു. നമ്മുടെ ചെറായി കടപ്പുറത്ത് എല്ലാം വെച്ച് കടല് റീസീഡ് ചെയ്തപ്പോൾ അഞ്ചന്മാരെല്ലാം കൂടെ മീൻ വറുക്കാൻ കടലിലേക്ക് പോയി. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ആനത്തര വന്ന് തിരയപ്പെട്ട് എല്ലാവരും അപ്പുറത്തെ കരയിലെത്തി, അല്ലേ? റോഡും കഴിഞ്ഞ് ഒരു വീണ്ടും ഒരു ഏരിയ ഉണ്ട് വെള്ളക്കെട്ടിന്റെ. ആ സ്ഥലവും കഴിഞ്ഞ് മനുഷ്യന്മാര് എത്തി, അല്ലേ? തെങ്ങിന്റെ വണ്ടക്കൊക്കെ ചിലവരെ കയറ്റിയിരുത്തി. അത്രയ്ക്കും വലിയ തിരയാണ് വന്നത്. പക്ഷെ മൃഗങ്ങളൊക്കെ അവിടെ അലഞ്ഞിരുന്നവരൊക്കെ എങ്ങനെയോ രക്ഷപ്പെട്ടു ഓടി. കാരണം അവർക്കത് സെൻസ് ചെയ്തു. നമ്മൾ സെൻസ് ചെയ്യും. ഇപ്പൊ ഞാനിപ്പോ അവിടെ അടുക്കളയൊന്നും അറിയാത്തല്ലോ. ഞാനിവിടെ നിങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് ചുറ്റുമുള്ള ഒരു സ്ഥാനത്തിനെ പോലും ഞാൻ ശ്രദ്ധിക്കുന്നില്ല. എന്റെ പുറകിൽ തന്നെ ഒരു കടമ്പൽ വന്ന് കുത്തിയാൽ ഞാനറിയോ? ആന കുത്തിയ അറിയില്ല. കാരണം ഞാനിവിടെ ഓരോ പ്രസവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പക്ഷെ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഐ വിൽ ബി അവെയർ ഓഫ് മൈ. നമുക്ക് ഇതിൽ കൂടെ പോലും കാണാം കാഴ്ചകൾ, അല്ലേ? കണ്ണിന്റെ ഇവിടെ നിന്ന് പോലും നമുക്ക് കാണാം. ഒരാള് നമ്മൾ നോക്കിയാൽ തന്നെ നമ്മൾ വേറൊരു പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ ഒരാള് നമ്മളിങ്ങനെ കുറിപ്പിച്ച് നോക്കിക്കൊണ്ട് നമുക്ക് സെൻസ് ചെയ്യും. എന്തോ ആള് നമ്മളെ നോക്കുന്നുണ്ട്. യു ക്യാൻ സെൻസ് ഗുഡ് പീപ്പിൾ ആൻഡ് ബാഡ് പീപ്പിൾ, അല്ലേ? ചീത്ത മനുഷ്യരെ കാണുമ്പോൾ നമുക്ക് അപ്പം മനസ്സിലാവും ഇയാളെന്താണ് ഇങ്ങനെ, ഇയാളെ കണ്ടിട്ട് ഒരു കള്ളലക്ഷണം ഉണ്ടെന്ന് നമുക്കപ്പം നമ്മുടെ മനസ്സിൽ പോകും. നമ്മൾ വേറെ വല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. ബിക്കോസ് വി ആർ എൻഗേജ് വിത്ത് സോ മെനി അതർ തിങ്സ് ആണ് നമുക്കിതൊന്നും സെൻസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റാത്തതല്ല. കാട്ടിൽ താമസിക്കുന്ന മനുഷ്യരെ നോക്ക്, അവര് നമ്മളെക്കാളും ഒരുപാട് കാര്യങ്ങൾ സെൻസ് ചെയ്യും. നമ്മളെക്കാളും ഒരുപാട് സ്കിൽസ് അവർക്കുണ്ട്. കാരണം അവർ അതിനോടൊക്കെ പടപൊരുതിയാണ് അവര് ജീവിക്കുന്നത്. ഒരു വാട്സപ്പ് വീഡിയോ കണ്ടോ? ഒരു കടുവ ഒരു വീട്ടിൽ വന്നു പൂച്ച കുടിച്ചിരിക്കുക. കടുവ ഇന്ന് അടുത്തേക്ക് വന്ന് കൈ വെക്കാതെ പൂച്ച ഒരടി, കടുവ ഒരടുത്ത് വന്നു. കണ്ടില്ലേ? ഒരു വീഡിയോ വന്നത് വാട്സപ്പ്. വേറൊരു വീഡിയോ ഞാൻ കണ്ടു. ഇതുപോലെ ഒരു പട്ടി കിടക്കുകയാണ്. പെട്ടെന്നാണ് ഇങ്ങനെ കടുവ പുലി എന്തോ സാധനം ക്യാമറ പതിഞ്ഞ സാധനമായി കാണുന്നത്. ഈ കടുവയും പുലിയും കൂടെ വന്നിട്ട് ഈ പുലി ഇങ്ങോട്ട് വരുമ്പോൾ പട്ടിക്ക് പേടിയായിട്ട് പട്ടി ചാടി കഴിഞ്ഞിട്ട് കൊല കൊടുക്കില്ല. പുലി ഓട്ടം, അല്ലേ? മനുഷ്യരും അങ്ങനെ തന്നെയാ. നമ്മളിങ്ങനെ മമ്മി ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് നമ്മളെ വെക്കിട്ട് വരും. നമ്മളെ എഴുന്നേറ്റ് പുലി പോലെ
വരുമോ? ഇല്ല. ഞാൻ എപ്പോഴും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കുന്ന സാധനം, നമ്മൾ എപ്പോഴും നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുമ്പോൾ നേരെ നിൽക്കുകയും വിത്ത് കോൺഫിഡൻസ് യു സ്റ്റാൻഡ് സിറ്റ്. നിങ്ങൾ മനുഷ്യരോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് അറിഞ്ഞു തുടങ്ങി പോലും നിങ്ങൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ടൊരു കള്ളം പറഞ്ഞ ആളുകളത് ഇന്നലെ രാത്രി 11:10 ഒരു ഇടി വെട്ടി. ഞാൻ പറയാണ്, നിങ്ങളാരെങ്കിലും കേട്ടായിരുന്നോ? പക്ഷെ ഞാൻ കൃത്യമായിട്ട് 11:10 ഇടി വെട്ടിയതെന്ന് നിങ്ങൾ വിശ്വസിക്കും. കാര്യം എന്താ? കറക്റ്റ് സമയസഹിതമാണ് ഞാൻ പറയുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും the way you express is very very important. അപ്പൊ നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് അവർ കോർട്ടെക്സ് ആണ്. ഇനി സെറിബെല്ലം എന്താണ്? ദാറ്റ് ഈസ് കോൾഡ് ദി ലിറ്റിൽ ബ്രെയിൻ, അല്ലേ? വോളണ്ടറി മൂവ്മെന്റ്സ്, പോസ്റ്റർ, ബാലൻസ് ഒക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുന്നത് ബിക്കോസ് ഓഫ് സെറിബെല്ലം ആണ്. അത് പുറകു ഭാഗത്താണ് സെറിബെല്ലം ഉള്ളത്. പിന്നെ ഉള്ളതാണ് ബ്രെയിൻ സ്റ്റെം. ബ്രെയിൻ സ്റ്റെം എന്ന് വെച്ചാൽ എന്താ? സ്പൈനൽ കോഡിനെയും ബ്രെയിനിനെയും കണക്ട് ചെയ്യുന്ന ഭാഗത്തിനാണ് ബ്രെയിൻ സ്റ്റെം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു പ്രോബ്ലം എന്നാണെന്നറിയോ? ശരീരത്തിലുള്ള വൈറ്റലായിട്ടുള്ള എല്ലാ ഫങ്ഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ബ്രെയിൻ സ്റ്റെം ആണ്. അതുകൊണ്ടാണ് ബ്രെയിൻ സ്റ്റെമ്മിന് ഇഞ്ചുറി വന്നാൽ നമ്മുടെ കാര്യം പോക്കാണ്, അല്ലേ? നമ്മൾ തളർന്നു പോവും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് നിങ്ങളുടെ എല്ലാ ഹാർട്ട് ബ്രീത്തിങ്, ഹാർട്ട് ഫങ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ടുള്ള ഫങ്ഷൻസിനെയും മെഡിലെയും ബ്രെയിൻ സ്റ്റെമ്മാണ്. ബ്രെയിൻ സ്റ്റെമ്മിൽ 3 ഭാഗമുള്ളതാണ്: മെഡുല്ല, പോൺസ് ആൻഡ് മിഡ് ബ്രെയിൻ. ഈ 3 സ്ഥലം. ഇനി ലിംബിക് സിസ്റ്റം എന്നൊരു സിസ്റ്റം കൂടിയുണ്ട്. ഇമോഷൻസും മെമ്മറിയുമാണ് ലിംബിക് സിസ്റ്റത്തിന്. അമിഗ്ഡാല, ഹിപ്പോകാമ്പസ് അതൊക്കെയാണ് മെമ്മറി, ഫിയർ റെസ്പോൺസ്, മെമ്മറി ഫോർമേഷൻ ഒക്കെ സംഭവിക്കുന്നത്. അതാണ് ലിംബിക് സിസ്റ്റം. ഈ സിസ്റ്റംസ് ആണ്. പിന്നെ നമ്മൾ ഇനി സെറിബ്രൽ കോർട്ടക്സിനെ 4 ലോബുകളായി തിരിച്ചിട്ടുണ്ട്. ഫ്രണ്ടൽ ലോബ്, പാരൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഒസിപിറ്റൽ ലോബ്. കേട്ടിട്ടുണ്ടോ? ഫ്രണ്ടൽ ലോബ് എന്ന് പറഞ്ഞാൽ തിങ്കിങ്, പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, മോട്ടോർ കൺട്രോൾ, എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ്, പ്രോബ്ലം സോൾവിംഗ് മുതലായ സാധനങ്ങളെല്ലാം ഫ്രണ്ടൽ ലോബിലാണ്. പാരൈറ്റൽ ലോബിലാണ് സെൻസറി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ്, ടച്ച്, ടെമ്പറേച്ചർ, ടേസ്റ്റ്, അതൊക്കെ. സൊമാറ്റോ സെൻസറി കോർട്ടക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ടെമ്പറേച്ചർ, ടച്ച്, ടേസ്റ്റ് ഈ 3 കാര്യങ്ങൾ പാരൈറ്റൽ ലോബ്. ഈ ടെമ്പറൽ ലോബിലാണ് ഓഡിറ്ററി പ്രോസസ്സിംഗ്. നിങ്ങൾ കേൾക്കുന്ന സാധനങ്ങളൊക്കെ ഓഡിറ്ററി നെർവ് വഴി, ചെവി കൂടെ പോയി ഓഡിറ്ററി നെർവ് വഴി നിങ്ങളുടെ ടെമ്പറൽ ലോബിലെത്തിയിട്ട് ദേറാണ് സൗണ്ട് ഇസ് ബീങ് ഇന്റർപ്രറ്റഡ്. നിങ്ങളിപ്പോൾ കേട്ടത് പട്ടിയുടെ വരെയാണ്, അല്ലേ? നിങ്ങളിപ്പോൾ കേട്ടത് പൂച്ചയുടെ കരച്ചിലാണ്, നിങ്ങളിപ്പോൾ കേട്ടത് പാട്ടാണ്. അതൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്? എങ്ങനെയാണ് മനസ്സിലാവുന്നത്? നിങ്ങളുടെ ഇയറിൽ കൂടി ഓഡിറ്ററി നെർവ് വഴി ബ്രെയിൻ പാരൈറ്റൽ ലോബിൽ എത്തിയിട്ടാണ് നിങ്ങൾക്കത് മനസ്സിലാകുന്നത്. മെമ്മറി കൺസോളിഡേഷൻ, ഒബ്ജക്റ്റ് ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ, ഇത്രയും ഫങ്ഷൻസ് ഉണ്ട്. മെമ്മറി കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ കേട്ട സാധനം നിങ്ങളുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യണം, അല്ലേ? സ്റ്റോർ ചെയ്യണമെങ്കിൽ ദാറ്റ് നീഡ്സ് ടു ബി കൺസോളിഡേറ്റഡ്. പല പല ഭാഗങ്ങളായി തിരിച്ച് ഇത് ഇന്നത്, ഇത് അന്നത്, ഇത് അന്ന് കണ്ട മനുഷ്യൻ്റെ ബാക്കി, ഇത് ഇന്ന് ചെയ്തതിൻ്റെ ബാക്കി, അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കൺസോളിഡേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ടെമ്പറൽ ലോബിലാണ്. ഇനി 4ാമത്തെ ലോബാണ് ഒസിപിറ്റൽ ലോബ്. ഇവിടെയാണ് വിഷ്വൽ പ്രോസസ്സിംഗ് സംഭവിക്കുന്നത്. വിഷ്വൽ ഇൻഫർമേഷനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു. വിഷ്വൽ പെർസെപ്ഷൻ, റെക്കഗ്നീഷൻ കണക്ട്സ് ടു അതർ ബ്രെയിൻ റീജിയൻ. വിഷൻ എന്താ? കണ്ണിൽ കൂടെ കയറി കണ്ണിന്റെ എവിടെയാ? എന്താ കണ്ണിന്റെ സ്ട്രക്ചർ അറിയാവോ? കണ്ണിങ്ങനെ റൗണ്ട് ആണ്, അല്ലേ? അതിനകത്ത് കൂടെ ലൈറ്റ് റേസ് ഇതിൽ കൂടെ കടന്നു പോകും. കോർണിയ വന്നിട്ട് ഐറിസ് ആണ് ലൈറ്റിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നത്. വെട്ടം ഇല്ലെങ്കിൽ നമ്മൾ തുറക്കും, വെട്ടം ഇല്ലെങ്കിൽ അഡാപ്റ്റേഷൻ വരും. എന്നിട്ട് ഇത് കയറി 3 ലെയേഴ്സ് ഉണ്ട്. ഏതൊക്കെയാ? കോർണിയ, സ്ക്ലീറ, റെറ്റിന. എന്നിട്ട് അവിടെ പോയിട്ട് ബ്ലൈൻഡ് സ്പോട്ട്, യെല്ലോ സ്പോട്ടൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അഗെയിൻ വിഷനിന് ഒരു ഞരമ്പുണ്ട്, അല്ലേ?
ആ ഞരമ്പ് പോയി ഒപ്റ്റിക് നെർവ് വഴി വിഷ്വൽ കോർട്ടക്സിൽ ചെല്ലും. അത് എവിടെയാണുള്ളത്? ഹോസ്പിറ്റൽ ലോബിലാണ് ഉള്ളത് അല്ലേ? അവിടെ ചെന്നിട്ട് അതിനെ പ്രോസസ് ചെയ്യും. യു എന്താ പെർസെപ്ഷൻ എന്ന് വെച്ചാൽ എന്താ? യു ആർ ഗിവിംഗ് മീനിങ് അല്ലേ ടു വാട്ട് യു സീ. അതാണ് ഹോസ്പിറ്റൽ ലോബ്. ഇനി നിങ്ങൾക്ക് ന്യൂറോണാണ്. ന്യൂറോണിന്റെ സ്ട്രക്ചറും ഫങ്ഷൻസ് ഒക്കെയാണ് നമുക്കുള്ളത്. അതൊക്കെ നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? ന്യൂറോണൊക്കെ ഉണ്ട്. ന്യൂറോൺ എന്ന് വെച്ചാൽ എന്താ? നെർവ് സെൽ അല്ലേ? ഒരു നെർവ് സെല്ലിനാണ് ന്യൂറോൺ എന്ന് പറയുന്നത്. ന്യൂറോൺ എങ്ങനെയായിരിക്കുന്നത്? കണ്ടിട്ടുണ്ടോ? ഇതാണ് ന്യൂറോൺ അല്ലേ? ഇതാണ് ന്യൂറോൺ. ഇതിനൊരു സെൽ ബോഡി ഉണ്ട്. ന്യൂറോണിൽ നിന്ന് കുറെ ഡെൻഡ്രൈറ്റിസ് എന്ന് പറയും കൊച്ചിന്. ഇതാണ് ആക്സോണൈറ്റ്. ഇതിനും പല പല ഡിവിഷൻസ് ഉണ്ട്. ആക്സോൺ, ആക്സോണൈറ്റ്സ്. അതിൻ്റെ അകത്തൊരു ഉണ്ടോ ടെർമിനൽ ബട്ടൺസ് ഉണ്ട്. ടെർമിനൽ ബട്ടൺസ് കഴിഞ്ഞിട്ട് അപ്പോൾ 2 ന്യൂറോൺസ് ഇങ്ങനെ വന്നിട്ട് ഈ ന്യൂറോണിൽ ഈ ടെർമിനൽ ബട്ടണിൽ കൂടെ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. അതിന് സൈനാപ്സ് നമ്മൾ പറയും. ഈ സൈനാപ്സിലാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉള്ളത്. അസറ്റൈൽ കോളിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ നമ്മളിപ്പോൾ ഒരാൾ നമ്മളെ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ഇൻഫർമേഷൻ വിൽ ബി പാസ്ഡ് ഫ്രം യുവർ സെൻസറി ഓർഗൻ ടു ദ ബ്രെയിൻ അല്ലേ? ത്രൂ എവിടെയാ? ന്യൂറോൺസ്. അപ്പോൾ അതിനൊരു സോമയുണ്ട്. അതിനാണ് സെൽ ബോഡിക്കാണ് സോമ എന്ന് പറയുന്നത്. ന്യൂക്ലിയൻസ് ഉണ്ട്, സെല്ലുലാർ ഫങ്ഷൻസ്, മൈറ്റോകോൺട്രിയ, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. സെല്ലിനെ ലൈവാക്കി നിർത്തുന്നത് അതൊക്കെയാണ്. പിന്നെ അടുത്തത് ഡെൻഡ്രൈറ്റിസ് ആണ്. ബ്രാഞ്ച് ലൈക്ക് എക്സ്റ്റൻഷൻ. ആ സെൽ ബോഡി എന്നുള്ള ബ്രാഞ്ച് ലൈക്ക് എക്സ്റ്റൻഷൻ ആണ് ഡെൻഡ്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്നറിയോ? കെമിക്കൽ സിഗ്നൽസിനെ റിസീവ് ചെയ്യുകയാണ്. ആൻഡ് ത്രൂ സെൽ ബോഡി ത്രൂ ആക്സോൺ. ആക്സോൺ എന്ന് പറഞ്ഞാൽ പുറകോട്ട് നീണ്ടു നിൽക്കുന്ന സാധനം. ബിഗ് വണ്ണിനാണ് ആക്സോൺ എന്ന് പറയുന്നത്. ആൻഡ് ദാറ്റ് ഇസ് കവേർഡ് വിത്ത് മൈലിൻ ഷീറ്റ് എന്ന് പറഞ്ഞൊരു സാധനം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ആക്സോണിൽ കൂടെ ആ സാധനം പോയിട്ട് ആക്സോണൈറ്റ്സ് എന്ന് പറഞ്ഞൊരു കുറച്ച് ബ്രാഞ്ച് ഉണ്ട്. ആ ആക്സോണൈറ്റിൽ കൂടെ എന്ത് ചെയ്യും? മറ്റേ നെർവ് സെല്ലിൻ്റെ ഡെൻഡ്രൈറ്റിസിലേക്ക് ഇൻഫർമേഷനെ പാസ് ചെയ്യും. അപ്പോൾ ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ആരാ? ഡെൻഡ്രൈറ്റിസ്. പിന്നെ അത് കൊടുക്കുന്ന ആരാ? ആക്സോണിൽ കൂടെ ആക്സോണൈറ്റ്സ് ആണ് അത് പാസ് ചെയ്യുന്നത്. മനസ്സിലായോ? ആക്സോണിൽ ടെർമിനൽസ് ഉണ്ട്, ടെർമിനൽ ബട്ടൺസ് ഉണ്ട്. അപ്പോൾ ഇത്രയാണ് ഒരു നെർവിൻ്റെ സ്ട്രക്ചർ. നിങ്ങളുടെ പുസ്തകത്തിൽ നെർവ് സ്ട്രക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട്. പഠനമൊക്കെ നോക്കി നല്ലതായിട്ടൊക്കെ മനസ്സിലാക്കും. ഇനി അടുത്തതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. അതാണ് ദാറ്റ് കണക്ട്സ് ദ ബോഡി ടു ബ്രെയിൻ. പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനെ 2ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സൊമാറ്റിക് നെർവസ് സിസ്റ്റവും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. സൊമാറ്റിക് നെർവസ് സിസ്റ്റം വന്നിട്ട് വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുമ്പോൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം വന്നിട്ട് ഇൻവോളണ്ടറി. നമ്മൾ പറഞ്ഞല്ലോ ബ്രെയിൻ സ്റ്റെമ്മിൽ വന്നിട്ട് ആണ് ഈ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ വോളണ്ടറി മൂവ്മെന്റ്സ് ഓഫ് സ്കെലിറ്റൽ മസിൽസ്, സെൻസറി ഇൻഫർമേഷൻ ഫ്രം സ്കിൻ ആൻഡ് മസിൽ ടു സെൻട്രൽ നെർവസ് സിസ്റ്റം. അതിനകത്താണ് അഫറൻ ന്യൂറോൺസ് ഉണ്ട്, എഫറൻ ന്യൂറോൺസ് ഉണ്ട്. അഫറൻ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ എന്താ? സെൻസറി ന്യൂറോൺസ്. അതായത് നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്നും ഇൻഫർമേഷനെ കൊണ്ടുപോകുന്നതാണ് സെൻസറി ന്യൂറോൺസ്. മോട്ടോർ ന്യൂറോൺസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്സ് ടു മസിലാണ്. കോൺഷ്യസ് കൺട്രോൾ ഓഫ് മൂവ്മെൻറ്റ് പോസിബിൾ ആകുന്നത് എന്തുകൊണ്ടാണ്? വോളണ്ടറി മൂവ്മെൻറ്റ്, സൊമാറ്റിക് നെർവസ് സിസ്റ്റം കൊണ്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ കൈ ചുരുക്കവും മടക്കവും ഒക്കെ ചെയ്യണം അല്ലേ? ഞാൻ നിങ്ങളോട് സംസാരിക്കണം അല്ലേ? പിന്നെ എന്നെ ആരെങ്കിലും അടിക്കാൻ വന്നാൽ ഞാൻ തടുക്കണം. അതൊക്കെ എന്താണ്? സൊമാറ്റിക് നെർവസ് സിസ്റ്റം. ഇനി ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇൻവോളണ്ടറി ഫങ്ഷൻസ് ആണ്. സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആണ് ഇതിൻ്റെ അടിയിൽ വരുന്നത്. സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം എന്നാ ചെയ്യുന്നത്? when you have some എന്തെങ്കിലും ക്രൈസിസ് അല്ലെങ്കിൽ എന്താണ് ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിന് നമ്മുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് സിമ്പത്തറ്റിക്. ഇതൊക്കെ ഞാൻ താഴെ വെച്ചത്
അവർക്ക് കേൾക്കാൻ പറ്റുന്നില്ലേ? ഇപ്പൊ കേൾക്കാവോ? ഫൈറ്റർ ഞാൻ ചിലപ്പോ കുറച്ചു നേരം കഴിയുമ്പോൾ ഹാരല്ലെങ്കിൽ ഇതൊക്കെ വലിച്ച് ഹാര വെക്കും. കാരണം വേറൊരു സാധനം വരുമ്പോൾ നമുക്ക് കുറെ നേരം ആകുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇറിറ്റേറ്റഡ്. അപ്പൊ എന്താണോ ഇറിറ്റേഷൻ അതുകൂടി ഞാൻ ഇവിടെ കെട്ടി വെച്ചു. കുറച്ചു നേരം കഴിയുമ്പോൾ ചന്തലയിൽ വരും. കാരണം നമുക്ക് ഓരോന്നൊക്കെ വരുമ്പോൾ നമ്മളതൊക്കെ മാറ്റി മറിച്ചും തിരിച്ചൊക്കെ വെക്കും അല്ലേ? അപ്പം എന്ത് സംഭവിക്കും? ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് എന്താ? നിങ്ങളെ ഒരു പാമ്പ് കടിക്കാൻ വന്നു. നിങ്ങൾ രാവിലെ എണീച്ച് കട്ടിലിൽ നിന്ന് കാല് താഴെ വെക്കാൻ നോക്കിയപ്പോൾ അവിടെ ഒരു പാമ്പ് പത്തി വിരിച്ചിരിക്കുക. നിങ്ങൾ എന്ത് ചെയ്യും? കാലങ്ങനെ വെച്ചു കൊടുക്കുമോ? കടി പാമ്പ് കടിക്കുന്നവർ വെച്ചു കൊടുക്കുമോ? ഇല്ല. പടപെടുന്നത് നിങ്ങള് ബാക്കില് വലിക്കും. ഒന്നില്ലെങ്കിൽ പാമ്പിനെ നിങ്ങൾ ചവിട്ടിക്കൊല്ലും. ഫൈറ്റ്, ഐദർ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് അല്ലേ? ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ബോഡീനെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം എന്ത് ചെയ്യും? ഈ ഓൾറെഡി ഫൈറ്റിൽ നിൽക്കുക. അങ്ങനെ തന്നെ നിന്നാൽ മതിയോ? ഇല്ല അല്ലേ? നിങ്ങളുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ഉള്ളതുകൊണ്ടാണ് അമാനുഷികമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഒരാളെ കൊല്ലാൻ പറ്റുമോ? കോഴിയെ കൊല്ലാൻ പറ്റുമോ? ഒരാള് നിങ്ങളെ കുത്താൻ വന്നോന്ന് വെച്ചോ, ചിലപ്പോ നിങ്ങൾക്ക് അയാളെ തിരിച്ച് കൊല്ലാൻ പറ്റിയത്. കാരണം നമ്മൾ പേടിച്ച് കുറച്ച് പേടിയിൽ എന്താ കാണിക്കണേന്ന് നമ്മൾ പോലും അറിയുന്നതിന് മുന്നേ കാര്യങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞു. പട്ടി നിങ്ങളെ കടിക്കാൻ വന്നെങ്കിൽ നിങ്ങൾ ഒന്നില്ലെങ്കിൽ പട്ടിയെ പിടിച്ച് ഞെക്കി കൊല്ലണം അല്ലേ? അല്ലെങ്കിൽ പട്ടിയുടെ കടി കൊണ്ട് മരിക്കണം. അപ്പൊ നിങ്ങളുടെ ബോഡി നിങ്ങളോട് പറയും മരിക്കണ്ട, പട്ടിയെ എങ്ങനെയെങ്കിലും എന്നാൽ നിങ്ങൾ ഓടി മരത്തിലെങ്കിലും കയറണം. നിങ്ങൾക്ക് മരം കയറ്റമൊന്നും അറിയില്ലായിരിക്കും, പക്ഷെ പട്ടി കടിക്കാൻ വന്നാൽ നിങ്ങൾ ഉറപ്പായിട്ടും മരത്തിൽ കയറിയിരിക്കും അല്ലേ? കാരണം എന്താ? മാനസികമായ കാര്യങ്ങൾ ആ സിനിമയ്ക്കകത്ത് കണ്ടില്ലേ? ഗംഗ എന്ന് വിളിച്ചിരിക്കുമ്പോ ഗംഗ ഒരു കട്ടിലെടുത്ത് പൊന്തിക്കും. ഗംഗയ്ക്ക് സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്ടിവേറ്റഡ് ആയി അല്ലേ? നമ്മൾ വേറൊരു ട്രാൻസ് സ്റ്റേറ്റിലാണ്. അപ്പോഴത്തേക്ക് നമുക്ക് ആ സിറ്റുവേഷന് വേണ്ടുന്ന എല്ലാ സാധനവും നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എപ്പിനെഫ്രിൻ എന്നൊരു സാധനം റിലീസ്ഡ് ആകും. പിന്നെ അത് കഴിഞ്ഞിട്ട് പാരാസിമ്പത്തറ്റിക് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? നോർ എപ്പിനെഫ്രിൻ എന്ന് പറഞ്ഞ് അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു സാധനം ആക്ടിവേറ്റഡ് ആയിട്ട് നിങ്ങളെ പഴയ ഹോമിയോസ്റ്റാസിസ് അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകും. അല്ലെങ്കിൽ എന്ത് പറ്റും? എപ്പോഴും നിങ്ങൾ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റിൽ നിന്നാൽ എന്ത് പറ്റും? അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുമോ? നമുക്ക് എത്ര എനർജി ഉണ്ടാവും? അപ്പൊ ഫ്ലൈറ്റിൽ ഫൈറ്റ് ആ സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങൾ വെരി വെരി എനർജറ്റിക്. നിങ്ങളുടെ ബ്ലഡ് സ്ട്രീംസിലേക്ക് നിറയെ എപ്പിനെഫ്രിൻ ഹോർമോൺ റിലീസായി നിങ്ങൾ എന്തും ചെയ്യും. അത് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോയിട്ടാണ് നിങ്ങളുടെ ബാലൻസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ ഈ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിൽ എന്ത് സംഭവിക്കും? ഹാർട്ട് ബീറ്റ് കൂടും, ബ്രീത്തിങ് കൂടും, പ്യൂപ്പിലറി ഡയലേഷൻ സംഭവിക്കും, ഡൈജഷൻ ഇൻഹിബിറ്റഡ് ആകും, ബ്ലഡിനെ മസിൽസിലേക്ക് റീഡയറക്റ്റ് ചെയ്യും, സ്ട്രെസ് ഹോർമോൺസിനെ റിലീസ് ചെയ്യും. അതാണ് സിമ്പത്തറ്റിക് ഡിവിഷൻ ചെയ്യുന്നത്. ഇനി നേരെ വിപരീതം പാരാസിമ്പത്തറ്റിക് എന്ത് ചെയ്യും? ഹാർട്ട് ബീറ്റിനെ കുറയ്ക്കും, ബ്രീത്തിങ് നോർമലാക്കും, പ്യൂപ്പിളിനെ കോൺട്രാക്ട് ചെയ്യും, ഡൈജഷനെ സ്റ്റിമുലേറ്റ് ചെയ്യും, ബോഡീനെ പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും, എനർജീനെ കൺസർവ് ചെയ്യും. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം. ഇനി അടുത്തതാണ് എൻഡോക്രൈൻ സിസ്റ്റം എന്നൊരു സിസ്റ്റം. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ബോഡിയിലുള്ള എല്ലാ കെമിക്കൽസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എൻഡോക്രൈൻ സിസ്റ്റം അല്ലേ? എൻഡോക്രൈൻ സിസ്റ്റം നെർവസ് സിസ്റ്റത്തിന്റെ അലോങ് സൈഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഹോർമോൺസ് ആസ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അവർ യൂസ് ചെയ്യും. ന്യൂറൽ സിഗ്നൽസിന് പകരം ഹോർമോണൽ ഇഫക്ട്സ് ആണ്. പക്ഷെ സ്ലോർ ആണ്, ബട്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. നിങ്ങളുടെ മൂഡിനെ, ഗ്രോത്തിനെ, മെറ്റബോളിസത്തിനെ, ബിഹേവിയറിനെ എല്ലാം ഈ ഹോർമോൺസ് അഫക്ട് ചെയ്യും. ചില്ലറക്കാരനല്ല. അപ്പൊ ഏതൊക്കെ ഗ്ലാൻസ് ആണ് എൻഡോക്രൈൻ? മാസ്റ്റർ ഗ്ലാൻഡ് എന്ന് പറയുന്ന ആര്യ? പിറ്റ്യൂട്ടറി. പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഇസ് കോൾഡ് മാസ്റ്റർ ഗ്ലാൻഡ്. ഹൈപ്പോതലാമസ് ആണ് അതിനെ റെഗുലേറ്റ് ചെയ്യുന്നത്.
ഗ്രോത്ത് റെഗുലേറ്റ് ചെയ്യുന്നു, കൺട്രോൾസ് അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ത്രൂ ഔട്ട് ദ ബോഡി. അതുകൊണ്ടാണ് ദാറ്റ് ഇസ് കോൾഡ് ദി മാസ്റ്റർ ഗ്ലാൻഡ്. പിന്നെ അടുത്തത് തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. തൈറോയിഡ് അസുഖമുള്ള ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാനും ഉണ്ട്. തൈറോയിഡ് ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത്? മെറ്റബോളിസത്തിനെ റെഗുലേറ്റ് ചെയ്യും അല്ലേ? തൈറോയിഡ് അസുഖമുള്ളവർക്ക് മെറ്റബോളിസം മര്യാദക്കല്ല. അപ്പൊ എന്ത് പറ്റും? എനർജി പ്രൊഡക്ഷൻ ഇല്ല. ഹൈപ്പോ തൈറോയിഡ്സ് ആണെങ്കിൽ എനർജി പ്രൊഡക്ഷൻ ഇല്ല. ഹൈപ്പർ തൈറോയിഡ്സ് ആണെങ്കിലോ പരവരവരവരെയെന്നു കൂടുതലായിരിക്കും അല്ലേ? ജാസ്തി വരും. അപ്പൊ എന്ത് പറ്റും? ജാസ്തി എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതാ സംഭവിക്കുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഹൈപ്പർ തൈറോയിഡ്സ് ആയിട്ടാണോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്? അതിങ്ങനെ നിൽക്കുന്നത് എൻ്റെ മനസ്സാണ്, ശരീരമല്ല അല്ലേ? പിന്നെ മനസ്സാണ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ശരീരം ഭയങ്കര നിസ്സഹായനാണ് അല്ലേ? അപ്പം അതാണ് തൈറോയിഡ് ഗ്ലാൻഡ്. പിന്നെ അഡ്രീനൽ ഗ്ലാൻഡ് ഉണ്ട്. അഡ്രീനൽ ഗ്ലാൻഡ് എന്താ റിലീസ് ചെയ്യുന്നത്? അഡ്രിനാലിൻ ആൻഡ് കോർട്ടിസോൾ. സ്ട്രെസ് റെസ്പോൺസിൽ നമുക്ക് ഏറ്റവും എസെൻഷ്യൽ ആണ്. ബോഡിയുടെ റിയാക്ഷൻ ടു ചലഞ്ചിങ് സിറ്റുവേഷനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ദെൻ ഗൊണാഡ്സ്. ഗൊണാഡ്സ് മീൻസ് എന്താ? ഓവറീസ് ആൻഡ് ടെസ്റ്റിസ് ആണ്. സെക്സ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രോജൻ, ടെസ്റ്റോസ്റ്ററോൺ, ഡെവലപ്മെന്റ്, റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് അതാണ്. മനസ്സിലായോ? അതാണ് ടോട്ടൽ ആയിട്ടുള്ള എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയുന്നത്. പിന്നെ ഇനി ഹെറിഡിറ്റി ആൻഡ് ജീൻസ്, അതിന് എന്തെങ്കിലും റോൾ ഉണ്ടോ? അണ്ടർസ്റ്റാൻഡിങ് ജനറ്റിക് ഇൻഫ്ലുവൻസ്. ഹെറിഡിറ്റി എന്ന് വെച്ചാൽ എന്താ? ട്രാൻസ്മിഷൻ ഓഫ് ജീൻസ് അല്ലേ? ഏതൊക്കെ ക്രോമസോംസ് ഉള്ളത്? എത്ര പെയർ ഓഫ് ക്രോമസോംസ് ഉണ്ട്? 23 അല്ലേ? 23rd പെയറിൽ മെയിൽസ് ഫീമെയിൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഫീമെയിൽസിന് 23rd is XX and for males it is XY അല്ലേ? അപ്പം നമുക്കുണ്ടായ നമ്മുടെ പേരൻസിൻ്റെയും ഗ്രാൻഡ് പേരൻസിൻ്റെയും ഒക്കെ അല്ലേ നമുക്ക് തന്നെ കാണാൻ പറ്റും. ചില പിള്ളേര് അതേപടി തന്നെ ചില ബിഹേവിയറുകളൊക്കെ കാണിക്കാൻ പറ്റും. നമ്മുടെ കളറ്, മുഖച്ചായ, ഒരുപാട് കാര്യം എവറിത്തിങ് ഇസ് ഡിറ്റർമിൻഡ് ബൈ ഒരു ഹെറിഡിറ്റിക്ക് ഒരു റോൾ ഉണ്ട്. പിന്നെ നമ്മൾ കുറേ കാര്യങ്ങൾ ലേൺ ചെയ്യുകയും ചെയ്യുന്നതാണ്. അപ്പം ഈ എന്താണ് ജീൻസ് എന്ന് പറയുന്നത് ബയോകെമിക്കൽ യൂണിറ്റ്സ് ആണ് വിച്ച് കണ്ടെയ്ൻ DNA. ആ DNAയിലാണ് ഈ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത്. പിന്നെ ജിനോടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന്റെ കംപ്ലീറ്റ് ജനറ്റിക് മേക്കപ്പിനാണ് ജിനോടൈപ്പ് എന്ന് പറയുന്നത്. വേറെ ഫിനോടൈപ്പ് എന്ന് പറയുന്നത് ഒബ്സർവബിൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് റിസൾട്ടിങ് ഫ്രം ജീൻ എൻവയോൺമെന്റ് interaction. നമുക്കറിയാം ഒരു ജീൻ നമുക്ക് ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല. when it interacts with the environment and only അതിനൊരു ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ അല്ലേ? പല മനുഷ്യരുടെയും പല ജീൻസും ഹിഡൻ ആണ്. കാര്യം നിങ്ങൾക്ക് എന്തൊക്കെ കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? കഴിവുണ്ടെങ്കിൽ നമുക്ക് സാഹചര്യം വന്നു അത് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷണൽ ഡിമാൻഡ് വന്നു അല്ലേ? നമ്മൾ വിചാരിക്കുമോ ഇവനെ കൊണ്ടൊന്നും കൊള്ളൂല, ഇവനെങ്ങനെ എന്ത് ചെയ്യാനാണ്, ഇവന് ഈ സ്ഥാപനമൊക്കെ കുളം തോണ്ടുക ഉള്ളതൊക്കെ നമ്മൾ പലരെയും കാണുമ്പോൾ വിചാരിക്കും. ബട്ട് വെൻ ദേ ഗെറ്റ് ദ ഓപ്പർച്യൂണിറ്റി അവർ ആ സ്ഥാപനം ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളെക്കാളും ഹൈലി എഫിഷ്യൻ്റ് ആയിട്ട് അവർക്കത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്? നമുക്കൊരു ജീൻ ഉണ്ടായിരുന്നു, പ്ലസ് ആ ജീൻ അങ്ങ് ഇരിക്കുക റിസസീവ് ആയിരുന്നു. But when it had the opportunity to interact with the environment, right opportunity വന്നു കഴിഞ്ഞപ്പോൾ ജീൻ നല്ലതായിട്ട് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ആക്റ്റീവായി വരും അല്ലേ? ദെൻ ജനറ്റിക് പ്രീഡിസ്പൊസിഷൻ ആണ് ഒരു ഇൻഹെറിറ്റഡ് ടെൻഡൻസീസിന് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് ഒരു അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അപ്പോൾ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടിന്യൂസ് കോംപ്ലക്സ് ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ജനറ്റിക് മേക്കപ്പ് ആൻഡ് എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഹെറിഡിറ്റി ആൻഡ് ജീൻസ് പറയുന്നത്. നമ്മൾ പറഞ്ഞു നേച്ചർ വേഴ്സസ് നർച്ചർ ഫിനോമിന കേട്ടിട്ടുണ്ടോ ഇൻ ബിഹേവിയറൽ ജെനറ്റിക്സ്? നേച്ചർ എന്ന് വെച്ചാൽ എന്താ? ജനറ്റിക് അല്ലേ? നർച്ചർ എന്ന് വെച്ചാൽ എന്താ? എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് അല്ലേ? ഇത് നമ്മൾ സൈക്കോളജിയിൽ മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യൂഷ്വലി വി ഡു 3
ഒരാളെ എടുത്തിട്ട് ഒരു എൻവയോൺമെന്റിലും മറ്റൊരാളെ മറ്റൊരു എൻവയോൺമെന്റിലും. ഇനി അവർക്ക് എന്തെങ്കിലും സിമിലാരിറ്റീസ് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഐഡന്റിക്കൽ ട്വിൻസിന്റെ സിമിലാരിറ്റീസിനെ നമ്മൾ കമ്പയർ ചെയ്യും. മോണോസൈഗോട്ടിക്കും ഫ്രട്ടേണും ഡൈസൈഗോട്ടിക്കുമായിട്ടുള്ള ട്വിൻസിന്റെ സിമിലാരിറ്റീസ് വെച്ചിട്ട് നമ്മൾ അവരിൽ എത്രത്തോളം ഹെറിഡിറ്ററി ഇൻഫ്ലുവൻസ് ഉണ്ട്, ഇന്റലിജൻസ്, പേഴ്സണാലിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ആപ്റ്റിറ്റ്യൂഡ്, അതിലൊക്കെ എന്തൊക്കെ ഇൻഫ്ലുവൻസ് ഉണ്ടെന്ന് നോക്കും. പിന്നെ അഡോപ്ഷൻ സ്റ്റഡീസ്, അതായത് അഡോപ്റ്റഡ് ചിൽഡ്രൻ്റെ ട്രേറ്റ്സ്, ബയോളജിക്കൽ ആൻഡ് അഡോപ്റ്റീവ് പേരൻസിനെ രണ്ടുപേരെയും വെച്ചിട്ട് അവരുടെ ജനറ്റിക് ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊക്കെ കമ്പയർ ചെയ്യും. ഞാൻ അങ്ങനെ ഒരു ഇതിനെ എൻകൗണ്ടർ ചെയ്തായിരുന്നു. ഒരു കൗൺസിലിങ്ങിനകത്ത് വന്നപ്പോൾ അങ്ങനെയാണ്. അവരൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തു. പക്ഷെ ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ബിഹേവിയറൽ പ്രോബ്ലംസ് ഭയങ്കരമായിട്ട്. പിന്നെ അതിൻ്റെ ജനറ്റിക്സ് എന്താണെന്ന് അറിഞ്ഞുകൂടാ, അഡോപ്റ്റ് ചെയ്ത കുട്ടിയല്ലേ. പക്ഷെ അത് നമ്മൾ എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് നടത്തിയിട്ടും അതിനൊന്നും കുറച്ച് കുറയും, പിന്നെയും വീണ്ടും അത് അങ്ങനെ തന്നെ വരും. അപ്പം നമ്മൾ പല ആളുകളെ കൺസൾട്ട് ചെയ്തപ്പോൾ പല ഡോക്ടേഴ്സ് നമ്മളോട് പറഞ്ഞു കുറച്ച് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അഡോപ്റ്റ് ചെയ്ത കുട്ടി എവിടെയാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. നോർത്ത് ഇന്ത്യയിൽ നിന്നാണ് അഡോപ്ഷൻ വന്നേക്കുന്നത്. അപ്പം എന്താണ് ഹെറിഡിറ്റി ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനത്തെ ടെൻഡൻസീസ് ഉണ്ടോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് ഈ കോണ്ടാക്ട് ഡിസോർഡർ പോലെ വരുന്നത്. സ്ത്രീകളെ വലുതാകുമ്പോൾ സൈക്കോപ്പത്ത് പോലത്തെ എന്തെങ്കിലും ടെൻഡൻസീസ് ആയിട്ട് മാറാം. അപ്പോൾ ഭയങ്കരമായ പ്രോബ്ലംസ് വരില്ല. അപ്പോൾ നമ്മൾ ജനറ്റിക് ടെൻഡൻസീസിനെ നമ്മൾ കുറേയൊക്കെ എൻവയോൺമെൻറ്റ് വെച്ച് നമുക്ക് ഓൾട്ടർ ചെയ്യാൻ പറ്റിയാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾട്ടർ ചെയ്യാൻ സാധിച്ചെന്നിരിക്കില്ല. അങ്ങനത്തെ സിറ്റുവേഷൻസ് വന്നു കഴിഞ്ഞാൽ ഇവർ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതാണ് അഡോപ്ഷൻ സ്റ്റഡീസ് വഴി ഒക്കെ വെച്ചിട്ട്. പിന്നെ നമുക്കറിയാം മോഡേൺ അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമുക്കറിയാം ജീൻസും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സും ഏതെങ്കിലും ഒന്നിന് മാത്രമല്ല രണ്ടും കൂടെ ചേർന്നിട്ടാണ് ആ ഇന്ററാക്ഷൻ്റെ ഒരു ഇഫക്റ്റ് നല്ലതായിട്ട് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ഇപ്പം ജീൻസിനെ നമ്മൾ എന്താ പറയുന്നത്, ബ്ലൂ പ്രിന്റ് ഓഫ് ബിഹേവിയർ എന്നാണ്. ജനറ്റിക് ഇൻഫ്ലുവൻസിനെ ഏറ്റവും കൂടുതൽ നമുക്ക് അറിയുന്നത് DNA സ്ട്രക്ചർ വെച്ചിട്ടാണ്. ഈ ക്രോമോസോംസിലുള്ള ഒരു സാധനമാണ് DNA എന്ന് പറയുന്നത്. DNA ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഫ്രം ജനറേഷൻ. നിങ്ങൾ ജനറ്റിക്സ് പഠിച്ചപ്പോൾ എന്താണ് ഒരു ബഗിനെ ഒരു റെഡ് റോസോഫില അല്ല, ഒരു ഒരു ചുവന്ന കളറുള്ള ഒരു ലേഡി ബേർഡ് എന്നോ പറയുന്ന ഒരു ഇൻസെക്റ്റിൽ പയറിൽ നടത്തി ഗ്രിഗർ മെന്റൽ അല്ലേ. 2 ബ്ലാക്ക് പീയും വൈറ്റ് പീയും വെച്ചിട്ട് പിന്നെ അതിൻ്റെ നെക്സ്റ്റ് ജനറേഷൻ വന്നപ്പോൾ കുറേ പീസൊക്കെ ബ്ലാക്കായി, കുറേ പീസ് വൈറ്റായി. പിന്നെ അത് കഴിഞ്ഞ് 2-3 തലമുറ വന്നപ്പോൾ ബ്ലാക്ക് പീയുടെ മക്കളായിട്ട് വൈറ്റ് പീ വന്നു അല്ലെ. അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അത് ഗ്രിഗർ മെന്റലിന്റെ സ്റ്റഡീസ് ബയോളജി പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് ആ ബഗിന്റെ പേരാണ് ഞാൻ മറന്നു. ഒരു റെഡിൽ ബ്ലാക്ക് സ്പോട്ടുള്ള ഒരു ഇൻസെക്റ്റിനകത്തും കുറച്ച് സ്റ്റഡീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ പേരിന് ബീറ്റിലല്ല, ഒരു ചുവന്നേല് ഇങ്ങനെ ഒരു കുത്തുള്ള കറുത്ത കുത്തുള്ള ഒരു ഇൻസെക്റ്റിനെ വെച്ചിട്ട് കുറച്ച് സ്റ്റഡീസ് ഒക്കെ പഠിച്ചിട്ടുണ്ട്. ഞാൻ സ്കൂളിൽ പഠിച്ചതായിട്ടുള്ള ഓർമ്മയാണ് ഞാൻ പറയുന്നത്. അതാണ്. അപ്പം ഇതാണ് ഹെറിഡിറ്റി ആൻഡ് ജീൻസ്. അപ്പൊ ഈ പാഠത്തിൽ എന്തൊക്കെ പഠിച്ചു? ബ്രെയിൻ എന്താന്ന് പഠിച്ചു. സെൻട്രൽ നെർവസ് സിസ്റ്റം, ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ് അല്ലേ. അതിനകത്ത് ബ്രെയിനിന്റെ ഭാഗങ്ങള് സെറിബ്രം, സെറിബെല്ലം, ബ്രെയിൻ സ്റ്റെം, ലിംബിക് സിസ്റ്റം 4 സ്ഥാനങ്ങൾ പഠിച്ചു. പിന്നെ സെറിബ്രൽ കോർട്ടെക്സിന് 4 ലോബ്സ് പഠിച്ചു. ഫ്രണ്ടൽ ലോബ്, പെറൈറ്റൽ ലോബ്, ടെമ്പറൽ ലോബ്, ഹോസ്പിറ്റൽ. നിങ്ങളുടെ പുസ്തകത്തിലുണ്ടോ? അത് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ന്യൂറോൺ എന്താണെന്ന് പഠിച്ചു. ന്യൂറോണിന്റെ സ്ട്രക്ചർ പഠിച്ചു, എങ്ങനെയാണ് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതെന്ന് പഠിച്ചു അല്ലേ. സെൽ ബോഡി, ഡെൻഡ്രോൺസ്, ഡെൻഡ്രൈറ്റിസ്, ആക്സോൺ, ആക്സോണൈറ്റ്സ്, ടെർമിനൽ ബട്ടൺസ്, ഇത്ര സാധനങ്ങൾ പഠിച്ചു. മൈലിക് ഷീത്ത് എന്ന് പഠിച്ചു.
അതിനുശേഷം നമ്മൾ എന്ത് പഠിച്ചു? പെരിഫറൽ നെർവസ് സിസ്റ്റം പഠിച്ചു, സൊമാറ്റിക് നെർവസ് സിസ്റ്റം, ഓട്ടോണോമിക് നെർവസ് സിസ്റ്റം പഠിച്ചു. സൊമാറ്റിക് നെർവസ് സിസ്റ്റം വോളണ്ടറി മൂവ്മെന്റ്സിനെ കൺട്രോൾ ചെയ്യുന്നു പഠിച്ചു. അതിനകത്ത് സെൻസറി ന്യൂറോൺസും മോട്ടോർ ന്യൂറോൺസും ഉണ്ടെന്ന് പറഞ്ഞു. കോൺഷ്യസ് കൺട്രോൾ ഓഫ് ആക്ടിവിറ്റീസ് സൊമാറ്റിക് നെർവസ് സിസ്റ്റത്തിൽ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിനെ പഠിച്ചു. അതിനകത്ത് സിമ്പത്തറ്റിക് ആൻഡ് പാരാസിമ്പത്തറ്റിക് ഡിവിഷൻ പഠിച്ചു. സിമ്പത്തറ്റിക് ഡിവിഷൻ പ്രിപ്പയർസ് യു ഫോർ എമർജൻസി ആൻഡ് പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ബ്രിങ്സ് ബാക്ക് ടു ദ ഹോമിയോസ്റ്റാറ്റിക് പൊസിഷൻ. ആ മെയിൻറ്റെയിനിങ് ഹോമിയോസ്റ്റാസിസ് ആണ് അതിൻ്റെ ഫംഗ്ഷൻ. പിന്നെ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസ് പഠിച്ചു. എന്തൊക്കെയാണ്? ഹാർട്ട് റേറ്റ് കൂടുന്നു, പ്യൂപ്പിലറി ഡയലേഷൻ, ഡൈജഷൻ ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലേ. നമ്മൾ ഹൈലി സ്ട്രെസ്ഡ് ആകുമ്പോൾ നമുക്ക് വിശപ്പുണ്ടോ? വിശപ്പും ദാഹമൊക്കെ ഉണ്ടോ? ഇല്ല. അതാണ് സിമ്പത്തറ്റിക് ഡിവിഷൻ. ദെൻ ബ്ലഡിനെ മസിൽസിലേക്ക് റീഡയറക്റ്റ് ചെയ്യുന്നു, സ്ട്രെസ് ഹോർമോൺസിനെ റിലീസ് ചെയ്യുന്നു. അതിൻ്റെ നേരെ വിപരീതമാണ് പാരാസിമ്പത്തറ്റിക് സിസ്റ്റം. ഹാർട്ട് റേറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിക്രീസ് ചെയ്യുന്നു, പ്യൂപ്പിലറി കോൺട്രാക്ഷൻ സംഭവിക്കുന്നു, ഡൈജഷനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, ബോഡീനെ ബാക്ക് ടു നോർമൽസിയിലേക്ക് വരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു എൻഡോക്രൈൻ സിസ്റ്റം കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആണ്. ഈവൻ ദോ മറ്റുള്ള സിസ്റ്റത്തിനെ പോലെ ഫാസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചില്ലെങ്കിലും ദിസ് ഈസ് സ്ലോ ബട്ട് പ്രൊലോങ്ഡ് അല്ലേ. അതിൻ്റെ ഇമ്പാക്റ്റ് വന്നിട്ട് ഭയങ്കര കൂടുതലാണ്. നമുക്കെല്ലാം ഇമ്പാക്റ്റ് ഇതുകൊണ്ടാണ് അല്ലേ, ഈ സിസ്റ്റം കൊണ്ടാണ്. നമ്മൾ ഓരോ ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴും പലതരത്തിലുള്ള ഹോർമോൺസ് നമ്മുടെ ബോഡിയിലേക്ക് റിലീസ്ഡ് ആകുന്നുണ്ട് അല്ലേ. ആൻഡ് വെൻ യു ആസ് എ മദർ വെൻ യു കൺസീവ് യുവർ ചൈൽഡ് ഡ്യൂറിങ് പ്രീനേറ്റൽ സ്റ്റേജ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഈ ഓരോ ഹോർമോണൽ ഇംബാലൻസും നമ്മുടെ ബേബി സെൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും അമ്മമാർക്ക് എന്തൊക്കെ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നോ അതൊക്കെ ഈ കുട്ടിയിൽ ഒരു ബിഹേവിയറൽ പ്രോബ്ലം ആയിട്ട് ഡെവലപ്പ് ചെയ്ത് വരാൻ ലേറ്റർ സ്റ്റേജിൽ. അതുകൊണ്ടാണ് എപ്പോഴും അമ്മമാർ നല്ലതായിട്ട് ആഹാരം കഴിക്കണം. ഒരു തരത്തിലുള്ള ഡെഫിഷ്യൻസീസ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ക്യാമ്പ് നടന്നപ്പോൾ അതിന് അവയർനെസ് തരാൻ പറഞ്ഞ ഡോക്ടർ പറഞ്ഞ പ്രധാന കാര്യമാണ് ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ ആണ് ന്യൂറൽ ട്യൂബ് ഫോം ചെയ്യുന്ന വരുന്ന പ്രോബ്ലം കൊണ്ടാണ് ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള ചിൽഡ്രൻ ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ പലപ്പോഴും ഫോളിക് ആസിഡ് ഡെഫിഷ്യൻസി ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ കൺസീവ് ചെയ്യും, 1 month മെൻസ്ട്രുവേഷൻ നോർമൽ റെഗുലർ ആയിട്ട് വന്നില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 1 മാസത്തോടെ പരിശോധിക്കാൻ നോക്കും അല്ലേ. 2 മാസത്തിനുള്ളിൽ കുട്ടിയുടെ വൈറ്റൽ ഓർഗൻസ് വരെ ഫോം ആയി കഴിഞ്ഞു. അപ്പൊ ആ സ്റ്റേജിലുള്ള ഡെഫിഷ്യൻസീസ് ക്യാൻ ലീഡ് ടു ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രൻ. അപ്പൊ നമ്മളിതൊന്നും അറിയുന്നില്ല. ബിഫോർ നമ്മൾ ജാതകമൊന്നുമല്ല പരിശോധിക്കേണ്ടത്, നമ്മുടെ ബ്ലഡ് കെമിസ്ട്രി മര്യാദക്കാണെന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തൊക്കെ ഡെഫിഷ്യൻസീസ് നമുക്കുണ്ട് അതൊക്കെ പരിഹരിച്ചിട്ട് വേണം യു ഷുഡ് ഗെറ്റ് മാരീഡ് അല്ലേ. എങ്കിൽ മാത്രമേ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഹോർമോൺസിന്റെ വൈറ്റമിൻസിന്റെ മിനറൽസിന്റെ ഒക്കെ പങ്കെന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മുടെ സ്ട്രെസ്സൊക്കെ വരുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഹോർമോൺസ് ഉണ്ട്. ആ ഹോർമോണൊക്കെ നമ്മളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതിനെ പറ്റി ഒന്നും അവെയർ ആകുന്നില്ല. ലാസ്റ്റിംഗ് ഇമ്പാക്റ്റ് ആണ് ഇതിനൊക്കെ നമ്മുടെ ബോഡിയിലുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു മാസ്റ്റർ ഗ്ലാൻഡ് ആണ് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ് ആണ് കൺട്രോൾ ചെയ്യുന്നത്, ഗ്രോത്തും അതർ എൻഡോക്രൈൻ ഗ്ലാൻഡ്സിനെ കൺട്രോൾ ചെയ്യുന്നു, തൈറോയിഡ്. പിന്നെ വേറെ കേട്ടോ പാൻക്രിയാസ് അല്ലേ. പാൻക്രിയാസ് എന്നുള്ള ഗ്ലാൻഡ് എന്താ കൺട്രോൾ ചെയ്യുന്നത്? നമ്മളിപ്പോൾ പ്രധാനമായിട്ടും ഗ്ലാൻഡ്സിനെ പറ്റി ഹോർമോൺസിനെ പറ്റി നമ്മുടെ ബിഹേവിയറിനെ ഇമ്പാക്ട് ചെയ്യുന്ന സാധനങ്ങളാണ് നമ്മൾ കണ്ടേക്കുന്നത്. പിന്നെ തൈറോയിഡ് ഗ്ലാൻഡിന് കുഴപ്പം വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബിഹേവിയറൽ പ്രോബ്ലം ഉണ്ടോ? മൂഡ് സ്വിങ്സ് ഭയങ്കരമായിട്ട് വരും, ഭയങ്കര ലെഥാർജിക് ആയിരിക്കും, നമുക്കൊരു ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീക്കാൻ പറ്റില്ല, ടയേർഡ്നെസ് ഭയങ്കര കൂടുതലായിരിക്കും. ഈ ടയേർഡ്നെസ് നിങ്ങളുടെ ബിഹേവിയറിനെ ബാധിക്കുമോ? ഇപ്പൊ 4 മണിയാകുമ്പോ എന്നെ നോക്കിക്കോ, സിസ്റ്റർ പറഞ്ഞു 5 മണി വരെ ഓട്ടണമെന്ന്. ഞാൻ പറഞ്ഞു നോ ചാൻസ്, 5 മണിയാകുമ്പോ ഞാൻ ഓഫ് ആവും അല്ലേ. പിന്നെ ഞാൻ ഓണാവും കുറേ നേരം കഴിയണം, ഒരു 8 മണി മുമ്പ് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും പിന്നെ എനിക്ക് കുറച്ചും കൂടെയൊക്കെ ശക്തി വരുന്നതായിട്ട് തോന്നും. പക്ഷെ 5 മണിയൊക്കെ അത് കംപ്ലീറ്റ്ലി ഓഫ് ആവും. പിന്നെ
ഒരു 6 മണിയൊക്കെ ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ പേര് മാത്രമേ അറിയാവുള്ളൂ, വേറെ ഒന്നും എത്ര മക്കളുണ്ടെന്ന് പോലും അറിയാൻ പാടില്ല. അത്രയ്ക്ക് ഞാൻ ഓഫായി പോകും. വയസ്സ് കൂടി ഇരുന്നാലും നമ്മൾ ഓഫാവുന്നതും കൂടി വരും. എന്നോട് എല്ലാവരും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ കോളേജിൽ നിന്ന് എന്തൊക്കെയോ അസുഖം ഉണ്ടാവും. ഞാൻ പറയും ഞാൻ പോടോ കരുതാക്കാം, എനിക്ക് അസുഖങ്ങളൊന്നുമില്ല അല്ലേ. എനിക്ക് ആകെ ഉള്ളത് തൈറോയിഡ് കാരണം മുഖം ഇങ്ങനെ ക്ഷീണം പിടിച്ച് ഇരിപ്പുണ്ടാവും. പിന്നെ ചിലവർ എന്നോട് ചോദിക്കും മൂത്തത് മോനോ മോളോ. ഞാൻ വിചാരിക്കും ഇവർക്കൊന്നും ഒരു പണിയില്ല, എന്തിനാണ് ഇത്ര വലിയ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. എൻ്റെ പേരൊക്കെ ചോദിച്ചാൽ ഞാൻ പറയും നാളെ രാവിലെ പറയാം. കൂടുതലായിട്ട് ഞാൻ വീണ്ടും ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ പോലും ഞാൻ ധൈര്യപ്പെടില്ല. ആരെന്നെ കാണാൻ വന്നാലും ഞാൻ പറയും നാളെ രാവിലെ വന്നാൽ എന്തെങ്കിലും ചെയ്യാൻ. ഇന്നും അതിൻ്റെ പ്രത്യേകിച്ച് ഒരു കാര്യവും ചെയ്യാനില്ല. എൻ്റെ PhD സ്കോളേഴ്സ് എന്നോട് പറയും മിസ്സേ ഞാൻ വൈകുന്നേരം വിളിക്കട്ടെ. ഞാൻ പറയും വേണ്ട, എന്നെ വിളിച്ചിട്ട് ഒരു കാര്യവും ഇല്ല. നാളെ രാവിലെ 8 മണിയാകുമ്പോൾ കോളേജിൽ വന്നാൽ നമുക്കിരുന്ന് നല്ല മാതിരിയുള്ള ചർച്ചകളൊക്കെ നടത്താം. ഈ സമയത്ത് ഒരു ചർച്ചയും എനിക്ക് വരില്ല. ഞാൻ കിടന്നാലും എനിക്ക് റെസ്റ്റ് ചെയ്തിട്ട് എനിക്ക് മാറും ഇല്ല. എനിക്ക് ആ ഒരു എന്താ പറയുക ലോ സ്റ്റേറ്റ് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ എൻ്റെ ബിഹേവിയറിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കുന്നുണ്ട് അല്ലേ. അഡ്രിനൽ ഗ്ലാൻഡ് ആണ് സ്ട്രെസ് റെസ്പോൺസിന് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത്, ബോഡീസ് റിയാക്ഷൻ ടു ചലഞ്ചിങ് സിറ്റുവേഷൻസ്. അപ്പോൾ നമുക്ക് അഡ്രിനാലിൻ റിലീസ് ഇല്ലെങ്കിൽ അഡ്രിനാലിനാണ് നമ്മളെ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസിന് അല്ലേ. നോർ അഡ്രിനാലിൻ നമ്മളെ ബാക്ക് ടു നോർമൽസി കൊണ്ടുവരുന്നു. ദെൻ ഗൊണാഡ്സ് ആണ് ഓവറീസും ടെസ്റ്റിസും സെക്സ് ഹോർമോൺസ് ലൈക്ക് ഈസ്ട്രജൻ ടെസ്റ്റോസ്റ്ററോൺ ആണ് ഡെവലപ്മെന്റ് റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ. ഓവറീസ് വന്നിട്ട് ഓവർ പ്രൊഡക്ഷൻ ഒക്കെ നടത്തണമെങ്കിൽ ഈസ്ട്രജൻ വേണം അല്ലേ. ഈ മെനോപോസ് വരുമ്പോൾ നമുക്ക് എന്താ പ്രോബ്ലംസ് വരുന്നത്, ഹോട്ട് ഫ്ലഷസ് അതൊക്കെ വരുന്നത് ഈസ്ട്രജൻ ഇല്ലാത്തതുകൊണ്ടാണ് അല്ലേ. ഈസ്ട്രജൻ പ്രൊഡക്ഷൻ ഇല്ല. പിന്നെ നമ്മളുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെ ഉണ്ട്. റൂട്ട്സും അങ്ങനത്തെ ഭൂമിക്കടിയിലുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴാണ് കൂടുതലായിട്ട് ഈസ്ട്രജൻ ഒക്കെ നമുക്ക് കിട്ടുന്നത്. നമ്മൾ അങ്ങനത്തെ വല്ല സാധനങ്ങളൊക്കെ കഴിക്കുന്നുണ്ടോ? പണ്ട് കാലത്തുള്ളവർ ചേമ്പ്, ചേന, കാച്ചില്, ചെറുകിഴങ്ങ്, ചേന എന്തൊക്കെയാ ഏതാണ്ടൊക്കെ കിഴങ്ങുകളൊക്കെ മധുരക്കിഴങ്ങൊക്കെ തിന്നുമായിരുന്നു. ഇപ്പൊ ചേമ്പും ചേനയൊക്കെ കണ്ട ആർക്കെങ്കിലും വേണോ? കപ്പ ആർക്കും വേണ്ടതൊന്നും അല്ലേ. ഇങ്ങനത്തെ സാധനങ്ങളിലൊക്കെ ഈസ്ട്രജൻ പ്രൊഡക്ഷൻ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന പല സാധനങ്ങളൊക്കെ ഉണ്ട്. അവർ പറയും ഇതൊക്കെ കഴിക്കണമോ, റൂട്ട്സ് കഴിക്കണം. പക്ഷെ നമ്മളാരും അതൊന്നും കഴിക്കാനിപ്പോൾ മെനക്കെടാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരുപാട് ഡെഫിഷ്യൻസീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ മെസ്സേജസ്. പിന്നെ നമ്മൾ ഹെറിഡിറ്റി പറഞ്ഞു, നേച്ചർ നർച്ചറും പറഞ്ഞു, ബിഹേവിയർ ജെനറ്റിക്സ് ഒക്കെ പറഞ്ഞു. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദിസ് ചാപ്റ്റർ. 3 പാഠം കഴിഞ്ഞു. ഓക്കെ, ഇനി 2 പാഠങ്ങൾ പഠിപ്പിക്കും. ഇനി നമ്മൾ ബയോളജി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് സെൻസേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ് ആ 2 പാഠമാണ് ഉച്ചയായിട്ട് പഠിക്കാനുള്ളത്. ഈ 3 പാഠം ചെറുതായിരുന്നു. സെൻസേഷൻ, പെർസെപ്ഷൻ, ലേണിംഗ് ഒക്കെ യു ആർ ഇൻ ടു സൈക്കോളജി കുറച്ചും കൂടെ വലിയ പാഠങ്ങളാണ്. ഉച്ചയ്ക്ക് ഉറങ്ങാതെ റെഡി ആയിട്ട് വരിക. വേണമെങ്കിൽ 1 to 2 ബ്രേക്ക് ഉണ്ട്. ആ ബ്രേക്ക് ടൈമിൽ നല്ല മാതിരി ഉറങ്ങുക. കുറച്ച് കേട്ടല്ലോ. ഓഫ് ചെയ്യാൻ പറ്റുമോ?